ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നവംബർ 27-ന് എക്സാം സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ നവംബർ 27-ന് എക്സാം എഴുതാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു PYQ റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. PYQ റിവിഷൻ സീരീസിലൂടെ RRB ഗ്രൂപ്പ് ഡി എക്സാമിന് ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു, അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നു. അതിലൂടെ നമുക്ക് റിവിഷൻ സാധ്യമാക്കുന്ന രീതിയിലുള്ള ഒരു സീരീസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ സബ്ജക്റ്റിനും ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഒന്നോ അധികമോ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ നമ്മൾ ഈ പറയുന്ന പോലെ റെഗുലർ ബേസിസിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് പരമാവധി. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഈ ക്ലാസ്സിനെ മാക്സിമം യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക, റിവിഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് അവസാന നിമിഷത്തിൽ. നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ കണ്ടതുകൊണ്ടോ ഒരുപാട് വാരി വലിച്ച് പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇത് രണ്ടുമാണ് നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതിലെ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ സ്കോർ റെയിൽവേ മലയാളം നിങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പ് ഡി മോഡലിലുള്ള 5ഓളം മോക്ക് ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് നമ്മുടെ അക്കാഡമിയുടെ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിനകത്ത് ലേൺ ടാബിൽ പോവുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഗ്രൂപ്പ് ഡി എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സബ്ജക്റ്റിന്റെയും മാത്സ്, റീസണിങ്, സയൻസ്, GK ഈ 4 സബ്ജക്ട്സിന്റെയും വെയിറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് അതിനാസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണുള്ളത്. സബ്ജക്റ്റുകളുടെ വെയിറ്റേജ് മാത്രമല്ല, ആ സബ്ജക്റ്റിനകത്ത് വരുന്ന സബ് ടോപ്പിക്സിന്റെ വെയിറ്റേജും അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻ അടങ്ങുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള 5 മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ സ്കോർ റെയിൽവേ മലയാളം അല്ലെങ്കിൽ സ്കോർ അക്കാഡമിയുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഫുൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട സമയമാണ്. ലാസ്റ്റ് മിനിറ്റിൽ ഫുൾ ടെസ്റ്റുകളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. മാർക്ക് നോക്കാൻ പേടിയുള്ള ആളുകളാണ്, അതായത് മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ മോട്ടിവേഷൻ താഴത്തോട്ട് പോയാൽ നിങ്ങളുടെ മൊറാൽ തകരാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് നോക്കാതിരിക്കുക. പക്ഷേ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ കുറേ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ടെസ്റ്റുകൾ മാക്സിമം അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. മാർക്ക് നോക്കി മാർക്ക് കുറവാണെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആവാൻ സാധ്യതയുണ്ടെന്ന് സ്വയമായിട്ടൊരു അവബോധമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്ക് നോക്കരുത്, ടെസ്റ്റുകൾ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഇനി അതല്ല, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റുകളെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വിശകലനം നടത്തുക, അവലോകനം നടത്തുക. എവിടെയാണ് എനിക്ക് പ്രശ്നം പറ്റിയതെന്ന് തിരിച്ചറിയുക. ആ പ്രശ്നങ്ങൾ തിരുത്തി അടുത്ത ടെസ്റ്റുകളിൽ അത് തിരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, മുന്നേറാനായിട്ട് നോക്കുക. ശരിക്കും ഒരു പ്രോപ്പറായിട്ട് ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട രീതി അതാണ്. നമ്മളൊരു ഫുൾ ടെസ്റ്റ് എടുക്കുന്നു, ഒരു 100 മാർക്കിൻ്റെ ടെസ്റ്റ് എടുത്തു. ആ ടെസ്റ്റിൽ എനിക്ക് ഇപ്പോൾ 50 മാർക്കേ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ 60 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ തളർന്നിരിക്കേണ്ട കാര്യമില്ല. എവിടെയാണ് എനിക്ക് പാളിച്ച പറ്റിയത്? ഈ 50 മാർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 60 മാർക്ക് എന്ന് പറയുന്നത് ഞാൻ 60 എണ്ണം കുത്തി 60 എണ്ണം ശരിയായതാണോ, അതോ 100 എണ്ണം കുത്തിയിട്ട് 40 എണ്ണം തെറ്റിച്ചിട്ട് 60 എണ്ണം ശരിയായതാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 40 എണ്ണം തെറ്റിച്ചത് എന്തുകൊണ്ടാണ്? അറിയാത്തത് കൊണ്ടാണോ, അതോ എന്താണ് ഈ പറഞ്ഞ പോലെ ആവേശത്തിൽ കയറി കുത്തിയതാണോ, കണക്കുകൂട്ടലുകൾ തെറ്റിയതാണോ എന്നുള്ളതെല്ലാം എന്ത് ചെയ്യണം, വിശകലനം നടത്തണം. അത് ഓരോ സബ്ജക്റ്റിനും എവിടെ പാളിച്ച വരുത്തി എന്നുള്ളത് മനസ്സിലാക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക, രണ്ടാമത്തെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ റെക്ടിഫൈ ചെയ്ത് ഈ 50-60 മാർക്കിൽ നിന്നും 70-ലേക്കോ 80-ലേക്കോ എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഈ രീതിയിൽ വേണം നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ 5 ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് നമ്മുടെ ഈ പറയുന്ന അക്കാഡമിയുടെ ആപ്പിനകത്ത്. ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ആൻഡ് റിവിഷൻ സീരീസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, അല്ലാതെ എന്തല്ല ക്ലാസ്സുകളല്ല. ഈ സമയത്ത് ക്ലാസ്സുകൾ കുറേ കണ്ടുവരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ RRB റിവിഷൻ എക്സ്പ്രസ് സീരീസിന്റെ 50 ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക് റിവിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഷെഡ്യൂൾ പോയി നോക്കുക. ആ പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ക്ലാസ് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്, റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഓൺഗോയിങ് ആയിട്ടുള്ള റിവിഷൻ ഈ സീരീസിന്റെ ഭാഗമായിട്ട് വരുന്ന മുൻകാല ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിനകത്ത് ചോദ്യങ്ങളും അതിന്റെ ആൻസറുകളും മാത്രമല്ല കാണിക്കുന്നത്, അതിനോടനുബന്ധപ്പെട്ട ഏതാനും ഫാക്റ്റുകൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് റിവൈസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ക്വിസുകൾ, ഇതെല്ലാം ടെസ്റ്റുകളെല്ലാം തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. റിവിഷന് വേണ്ടി റിവിഷൻ എക്സ്പ്രസ് സീരീസിന്റെ മെറ്റീരിയൽസ്, ഞാൻ നേരത്തെ പറഞ്ഞ 50ഓളം വരുന്ന ക്ലാസ്സുകളുടെ മെറ്റീരിയൽസ്, അതിന്റെ PDF നമ്മുടെ സ്കോർ റെയിൽവേ സ്റ്റഡി ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഫോൾഡറിൽ ലഭ്യമാണ്. അപ്പോൾ അത് എടുത്ത് വെച്ച് റിവിഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ആ PDF ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ രീതിയിലൂടെ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്ത് പോകാൻ പറ്റുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് പോകുക. അതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് അധികം സമയം കളയാതെ തന്നെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഇന്നത്തെ റിവിഷൻ ഈ PYQ സീരീസിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹിസ്റ്ററിയിലെ ചോദ്യങ്ങളാണ്. RRB ഗ്രൂപ്പ് ഡി എക്സാമിന് ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ സീരീസിലൂടെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ? ഇത് ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യമാണ് 2018. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ചോദ്യം വായിച്ച് പോകുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, ഈ നോട്ട് ശ്രദ്ധിക്കണം. ഈ നോട്ട് ശ്രദ്ധിക്കാതെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, കാളിബംഗൻ ഇൻഡസ് വാലി സൈറ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ചാടി കയറി മാർക്ക് ചെയ്ത്
മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തെറ്റി. അങ്ങനെയാണോ വേണ്ടത്? അല്ല. നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാളിബംഗം നിങ്ങൾക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റാണ്. ഹാരപ്പ നിങ്ങൾക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റാണ്. മോഹൻജദാരോ നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റുകളിൽ ഒന്നാണ്. ആസംഗഡ് അല്ലെങ്കിൽ അജംഗഡ് എന്ന് പറയുന്ന ഈ സൈറ്റ് എന്തല്ല, നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു സൈറ്റ് അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ് മക്കളെ? എന്താണ്? അജംഗഡ് എന്ന് പറയുന്ന ഈ സൈറ്റാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിന് മുന്നേ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. The people of Indus Valley civilization mixed copper and tin to make dash. അപ്പോൾ എന്തൊക്കെയാണ് അവർ മിക്സ് ചെയ്തത്? കോപ്പർ മിക്സ് ചെയ്തു, ടിന്ന് മിക്സ് ചെയ്തു. ആരാണ് മിക്സ് ചെയ്തത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ജനങ്ങളാണ് മിക്സ് ചെയ്തത്. അത്രയും കാര്യം ക്ലിയർ ആണ്. അവർ മിക്സ് ചെയ്തിട്ട് എന്ത് ഉണ്ടാക്കി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ണാടി ഉണ്ടാക്കിയതാണോ? അല്ല, അപ്പോൾ അത് തെറ്റാണ്. ബ്രോൺസ് ആണ് അവരുണ്ടാക്കിയത്? അതെ, ബ്രോൺസ് ആണ് അവരുണ്ടാക്കിയത്. ഇൻഡസ് വാലി സിവിലൈസേഷനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? അല്ലെങ്കിൽ അത് ഏത് കാലഘട്ടത്തിലെയാണ്? നമ്മൾ ബ്രോൺസ് ഏജ് സിവിലൈസേഷനാണ്. ബ്രോൺസ് ഏജ് കാലഘട്ടത്തിലുള്ള ഒരു സിവിലൈസേഷനാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ബ്രോൺസ് ആണ്. അയൺ ആണോ? അല്ല. ഗോൾഡ് ആണോ? അല്ല. അയൺ എവിടെയാണ് ഉപയോഗിച്ചിരുന്നത്? അയൺ അവർ ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ അയൺ പ്രധാനമായിട്ടും അയണിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വേദിക് ഏജ്, വേദ കാലഘട്ടങ്ങളിലാണ് ഇരുമ്പിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇരുമ്പ് യുഗം ആരംഭിക്കുന്നത് വേദ കാലഘട്ടത്തിലാണ്. ചെമ്പ് അല്ലെങ്കിൽ ബ്രോൺസ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത് കോപ്പറും ടിന്നും ചേർത്തുകൊണ്ട് ബ്രോൺസ് അവർ പ്രധാനമാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് എവിടെയാണ്? ഇൻഡസ് വാലി സിവിലൈസേഷനകത്താണ്. ബ്രോൺസ് കൊണ്ടുള്ള സ്റ്റാച്യൂസ് അതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് അവരത് ഉണ്ടാക്കുന്ന മെത്തേഡ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ റിവിഷൻ സീരീസിന്റെ ക്ലാസ്സിനകത്ത് പഠിച്ചതാണ് അല്ലേ? എങ്ങനെയാണ് ഒരു ബ്രോൺസ് കൊണ്ടുള്ള സംഭവം ഉണ്ടാക്കിയത്? ലോസ്റ്റ് വാക്സ് മെത്തേഡ് നിങ്ങൾ പഠിച്ചു കാണിരിക്കും. റിവിഷൻ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ള കുട്ടികൾക്ക് അറിയാം, നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് അറിയാം. നമ്മൾ എല്ലാ ക്ലാസ്സിനും റിവിഷൻ സീരീസിനെല്ലാം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ലോസ്റ്റ് വാക്സ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിരുന്നത്? ഇൻഡസ് വാലിയിലെ ജനങ്ങൾ ബ്രോൺസ് സ്റ്റാച്യൂസ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? ഇതിന്റെ ആൻസർ വരുന്നത് ബ്രോൺസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ മീനിങ് ഓഫ് ദ നെയിം മോഹൻജദാരോ ഇൻ ഡാഷ് ഈസ് മൗണ്ട് ഓഫ് ഡെഡ്. അപ്പോൾ മോഹൻജദാരോ എന്ന് പറയുന്ന നഗരം, ആ നഗരത്തിന്റെ അർത്ഥം മൗണ്ട് ഓഫ് ഡെഡ് എന്നാണ്. മൗണ്ട് ഓഫ് ഡെഡ് അല്ലെ? ആ മൗണ്ട് ഓഫ് ഡെഡ് എന്ന അർത്ഥം വരുന്ന മോഹൻജദാരോ എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ അതിന് ഏത് ഭാഷയിലാണ് അത്തരത്തിലൊരു അർത്ഥം വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഭാഷയിലാണ്? സിന്ധി ഭാഷയിലാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഹാരപ്പയും മോഹൻജദാരോ ഇന്ന് കാണുന്ന ഏത് നഗരത്തിലെ അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ ഭാഗമാണ്? പാകിസ്ഥാന്റെ ഭാഗമാണ്. അപ്പോൾ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യ കേന്ദ്രീകരിച്ചുകൊണ്ട്, അപ്പോൾ സിന്ധു നദീതട സംസ്കാരമാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? നദീതട സംസ്കാരം ആയതുകൊണ്ട് തന്നെ സിന്ധി ഭാഷയാണ് അവിടുത്തെ ഭാഷ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ ഈ 3 ചോദ്യങ്ങളാണ് ഗ്രൂപ്പ് ഡിക്ക് ഇതിന് മുന്നേ ഈ പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചരിത്രഭാഗത്ത് നിന്ന്. നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ഫാക്റ്റുകൾ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ, ഈ ഫാക്റ്റുകളെല്ലാം റിവിഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മെറ്റീരിയൽസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇരുന്ന് റിവൈസ് ചെയ്യാവുന്നതാണ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മണ്ട. നമ്മൾ ഓർത്തിരിക്കുന്നത് എപ്പോഴും എന്താണ്? മണ്ട അല്ലേ? മണ്ട എന്ന് പറഞ്ഞാൽ ആ മണ്ടനല്ല, ഏതാണ്? മണ്ട, തലമണ്ട എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നോർത്തേൺ മോസ്റ്റ് സൈറ്റ് ഏതാണ്? മണ്ടയാണ്. ഈസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് ഏതാണ്? അലംഗീർപൂർ. സദേൺ മോസ്റ്റ് സൈറ്റ് ഏതാണ്? ധൈമാബാദ്. ധൈമാബാദ് എവിടെയാണ്? മഹാരാഷ്ട്ര. സുഡ്ക ജൻഡോർ എന്ന് പറയുന്ന സൈറ്റ് ആണ് വെസ്റ്റേൺ മോസ്റ്റ് സൈറ്റ് അല്ലെ? പടിഞ്ഞാറ് അറ്റത്ത് കിടക്കുന്നത് പാകിസ്ഥാന്റെയും ഇറാനിന്റെയും അതിർത്തിയിൽ കിടക്കുന്ന സുഡ്ക ജൻഡോർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇനി വടക്കേ അതിർത്തി എന്ന് പറയുന്നത് മണ്ടയാണ്. തെക്കേ അതിർത്തി എന്ന് പറയുന്നത് ധൈമാബാദാണ്. കിഴക്കേ അതിർത്തി എന്ന് പറയുന്നത് അലംഗീർപൂർ ആണ്. അതെവിടെയാണ്? യു പിയിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതാണ് ലൊക്കേഷൻ വൈസ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ. അത്രയും സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടന്നിരുന്ന ഒരു നാഗരിക സംസ്കാരം. എന്ത് സംസ്കാരമാണ്? നാഗരിക സംസ്കാരമായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അതിലെ പ്രധാനപ്പെട്ട ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളും അതിൻ്റെ സംസ്ഥാനങ്ങളും അത് ഏത് നദിയുടെ തീരത്താണെന്നുള്ളതും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതും പെട്ടെന്ന് ഒന്ന് ഓടിച്ചു നോക്കിയേ. നാഗേശ്വർ എവിടെയാണ്? ഗുജറാത്തിലെ സൈറ്റാണ്. അത് അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് കടലിനോട് ചേർന്ന് കിടന്നിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഷെൽ ഒബ്ജക്ട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള അലങ്കാര വസ്തുക്കളും ആഭരണങ്ങളുമാണ് പ്രധാനമായിട്ടും നാഗേശ്വറിലുള്ളത്. ഇത് NCERT-യിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. NTPC എക്സാമിനൊക്കെ ചോദിച്ച ചോദ്യമാണ്. റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. റിപ്പീറ്റിംഗ് വാല്യൂ ഉള്ള ചോദ്യമാണ്. നാഗേശ്വർ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. അതൊരു ചോദ്യമായിരുന്നു. നാഗേശ്വറിനകത്താണ് ഷെൽ ഒബ്ജക്ട്സ് വെച്ചിട്ടുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അത് എവിടെ കൊടുത്തിട്ടുണ്ട്? NCERT-ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഷെൽ ഒബ്ജക്ട്സ് വെച്ചിട്ടുള്ള ആഭരണങ്ങൾ? നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഈ മുത്ത് തുടങ്ങിയ സംഭവങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ആഭരണങ്ങൾ. അപ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽസ് എവിടെയാണ് ലഭ്യമായിട്ടുള്ളത്? കടലിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഗുജറാത്തിൽ കടലിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമായിട്ടുള്ള നാഗേശ്വറിലും അതുപോലെ തന്നെ
നാഗേശ്വറിൽ എന്ത് ചെയ്തു, ഷെൽ ഒബ്ജക്ട്സ് വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇനി റോപ്പർ പഞ്ചാബിലെ സ്ഥലമാണ്. റോപ്പർ ഏത് സംസ്ഥാനത്തിന്റെ സ്ഥലമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സത്ലജ് നദിയുടെ തീരത്താണ് വരുന്നത്. YD ശർമ്മയാണ് ഇത് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റോൺസ് ആൻഡ് മഡ് were used to build dwellings. ഇനി ഇൻഡിക്കേഷൻസ് ഓഫ് ബറിയിങ് ഡോഗ് ബിനീത്ത് ഹ്യൂമൻ ഗ്രേവ്, അത് പട്ടിയുടെ അസ്ഥി, ഒരു മനുഷ്യ ഗ്രേവ് അല്ലെങ്കിൽ ഈ ശവക്കലറയോട് ചേർത്ത് പട്ടിയെയും കുഴിച്ചിട്ടിരിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? റോപ്പറിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത സൈറ്റിന്റെ പേരാണ് സുർക്കോട്ടഡ. എവിടെയാണ്? ഗുജറാത്തിലാണ്. JP ജോഷി 964 എക്സ്കവേറ്റ് ചെയ്തു. ഇവിടെ നിന്ന് കുതിരയുടെ അസ്ഥികൾ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. UPSC പോലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കുതിരയുടെ അസ്ഥി കണ്ടെത്തിയ സൈറ്റ് ഏതെന്നുള്ളത്. അപ്പോൾ ഏതാണ്? ബോൺസ് ഓഫ് ഹോഴ്സസ്, കുതിരയുടെ അസ്ഥി കണ്ടെത്തിയ സൈറ്റാണ് ഇത്, ഗുജറാത്തിലെ സുർക്കോട്ടഡ എന്ന് പറയുന്ന നഗരം. അപ്പൊ അത് ചോദ്യചിഹ്നമാണ്. കുതിര നമ്മുടെ നാട്ടിൽ അന്ന് ഉണ്ടായിരുന്നോ? ഇന്ത്യയിൽ കുതിര എന്ന് പറയുന്ന ജീവി ജീവിച്ചിരുന്നോ? നേറ്റീവായിട്ട് കുതിരയെ നമുക്കിവിടെ കാണുന്നുണ്ടോ? അത് കച്ചവടത്തിന് വേണ്ടി ഓടുന്ന കുതിര അവിടെ കിടന്ന് ചത്തപ്പോൾ അതിന്റെ അസ്ഥിയാണ് നമുക്ക് കിട്ടിയത് തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം ചരിത്രകാരന്മാരും ആർക്കിയോളജിസ്റ്റുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. JP ജോഷിയാണ് ഈ നഗരത്തെ എക്സ്കവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത്. മൂവിങ് ഓൺ, ധോലാവീര. ധോലാവീര വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റാണ്. നിങ്ങൾ വേറെ ഒരു സൈറ്റും ഇന്ത്യയിൽ പഠിച്ചില്ലെങ്കിലും ധോലാവീര പഠിച്ചു വെക്കണം. എന്തുകൊണ്ടാണ്? ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ പൈതൃക പട്ടികയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നഗരമാണ്. ആൻഡ് അത് റീസെന്റ് ആണ് 2021 ജൂലൈ 27 ധോലാവീരയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലൂണി നദിയുടെ തീരത്ത് ഗുജറാത്തിലാണ് ധോലാവീര എന്ന് പറയുന്ന സൈറ്റ് ഉള്ളത്. ഇവിടെയാണ് ജലസംഭരണികൾ കാണാനായിട്ട് സാധിക്കുന്നത്. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലസംഭരണി നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? ധോലാവീരയിൽ കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ചരിത്രകാരന്മാർ, അത് നമുക്ക് ധോലാവീരയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ കർണീലിയൻ സ്റ്റോൺ, ഈ കല്ലിന്റെ പേരൊന്ന് ഓർത്തിരിക്കുക. കർണീലിയൻ സ്റ്റോൺ തവിട്ട് നിറത്തിലുള്ള ഒരു തരം കല്ലാണ്. ഈ കല്ല് ഉപയോഗിച്ചുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ധോലാവീരയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. JP ജോഷി എക്സ്കവേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് RS ബിഷ്ട് എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് എക്സ്കവേഷൻസ് നടത്തിയിട്ടുണ്ട് 2 കാലഘട്ടങ്ങളിലായിട്ടാണ്. അപ്പൊ ഇതിൽ ഒരു പ്രശ്നം വരുന്നത്, നമ്മൾ എപ്പോഴും NCERT ഫോളോ ചെയ്യുക. NCERTയിൽ കൊടുത്തിരിക്കുന്ന ആളുകളുടെ പേരുകൾ ഫോളോ ചെയ്യുക, അതിനകത്ത് കൊടുത്തിട്ടുള്ള ടൈം ലൈൻസ് ഫോളോ ചെയ്യുക. നിങ്ങൾ എപ്പോഴും, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കുക, നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചരിത്രത്തിൽ ഇപ്പോൾ ധോലാവീര പോലെയുള്ളൊരു സൈറ്റോ ലോത്തൽ പോലെയുള്ളൊരു സൈറ്റോ 1 or 2 ചരിത്രകാരന്മാർ മാത്രം വിചാരിച്ചാൽ കുഴിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. 1 or 2 ആർക്കിയോളജിസ്റ്റുകളുടെ നേതൃത്വത്തിൽ മാത്രമല്ല അവിടെ എക്സ്കവേഷൻസ് നടക്കുന്നത്. ഈ പല നഗരങ്ങളിലും അല്ലെങ്കിൽ ഈ പല സൈറ്റുകളിലും ഇന്നും എക്സ്കവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ പഠിപ്പിക്കുന്നത് NCERT പാഠപുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുള്ള ആളുകളുടെ പേരും ആ വർഷങ്ങളും ആ ടൈം ലൈനും മാത്രമാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ചോദ്യം ചോദിക്കുന്നത് അവിടെ നിന്നായിരിക്കും. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് NCERT പാഠപുസ്തകം തന്നെയാണ്. ക്ലിയർ? അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ധോലാവീര ഗുജറാത്തിലാണ്, ലൂണി നദിയുടെ തീരത്താണ്. ആൻഡ് ഇവിടെ എന്തുണ്ട്? 3 ഡിവിഷൻസ് ആയിട്ടാണ് നഗരത്തെ തിരിച്ചിരിക്കുന്നത്. അവിടെ സീറ്റാഡല്, മിഡിൽ ടൗൺ, ലോവർ ടൗൺ എന്നിങ്ങനെ 3 ഡിവിഷൻസ് ആയിട്ടാണ് സീറ്റാഡൽ നഗരത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്? നമ്മുടെ ക്ലാസ് കണ്ടുള്ള കുട്ടികൾക്ക് അറിയാം. സാധാരണഗതിയിൽ ഇൻഡസ് വാലിയിലെ സിവിലൈസേഷൻസിലെ നഗരങ്ങളെ 2 തട്ടിലാണ് തിരിച്ചിരിക്കുന്നത്, അല്ലേ? സീറ്റാഡൽ എന്ന് പറയുന്ന ഉയർന്ന പ്രതലവും അതല്ലാതെ കാണുന്ന സാധാരണ മറ്റ് നഗരത്തിന്റെ പ്രദേശങ്ങളും. സീറ്റാഡൽ എന്ന് പറയുന്നത് ഇവര് ആരാധനയ്ക്ക് വേണ്ടിയിട്ടോ ഭരണ സംവിധാനത്തിന് വേണ്ടിയിട്ടോ ഉപയോഗിച്ചിരുന്ന ഒരു നഗര അല്ലെങ്കിൽ ഒരു കെട്ടിട സമുച്ചയമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ധോലാവീര എന്ന് പറയുന്ന സൈറ്റിൽ ഈ 2 തട്ട് മാത്രമല്ല. ആദ്യത്തെ ഒരു തട്ടുണ്ട് സീറ്റാഡൽ എന്ന് പറയുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭരണ സ്ഥിരാകേന്ദ്രമായിട്ടോ ആരാധനാലയമായിട്ടോ നമുക്ക് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ തട്ട് എന്ന് പറഞ്ഞ ഒരു മിഡിൽ ടൗൺ ഉണ്ട്. അതല്ലാതെ മൂന്നാമത്തെ തട്ട് എന്ന് പറഞ്ഞിട്ടൊരു ലോവർ ടൗൺ ഉണ്ട്. ഇങ്ങനെ 3 ഭാഗങ്ങളായി ഇൻഡസ് വാലി സിവിലൈസേഷനിൽ തട്ട് തിരിച്ചിട്ടുള്ള ഒരേ ഒരു നഗരം കൂടെ ഏതാണെന്ന് ചോദിച്ചാൽ അത് ധോലാവീരയാണ്. ഇത് NTPCക്ക് ചോദിച്ച ചോദ്യമാണ്. റിപ്പീറ്റ് വാല്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഗ്രൂപ്പ് ഡി എക്സാമിനും ചിലപ്പോൾ സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു വരാം. നമുക്ക് പ്രത്യേകിച്ച് ചരിത്രത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ചോദ്യം NTPCക്ക് ചോദിച്ച ചോദ്യം ഗ്രൂപ്പ് ഡിക്ക് പിന്നീട് ചോദിച്ച് കണ്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യങ്ങൾ അവിടെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പഠിക്കണമെന്നും പറയുന്നത്. ഓക്കെ. ലോത്തൽ മറ്റൊരു നഗരമാണ്, ഗുജറാത്തിലാണ്. സബർമതി നദിയുടെ ഒരു ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഒരു കൈവഴിയായിട്ടുള്ള ബൊഗാവ നദിയുടെ തീരത്താണ് കണ്ടെത്തിയിട്ടുള്ളത്? ലോത്തൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതെന്താണ്? ഇതൊരു പോർട്ട് സിറ്റിയാണ്. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏക പോർട്ട് സിറ്റിയാണ് നമ്മുടെ ലോത്തൽ എന്ന് പറയുന്നത്. ഇനി എൻ്റെയർ നഗരത്തെ ഫോർട്ടിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ സാധാരണഗതിയിൽ എല്ലാ നഗരങ്ങളെയും മഡ് ബ്രിക്സ് കൊണ്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ എല്ലാ വീടുകളും മഡ് ബ്രിക്സ് കൊണ്ട്, ഈ ചെളിക്കട്ടകൾ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഉണ്ടാക്കിയിട്ടുള്ളത്. ഡ്രെയിനുകൾ പക്ഷെ ചൂടുകട്ടകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഓർത്തിരുന്നാൽ മതി. കർണീലിയൻ സ്റ്റോണിന് വേണ്ടിയിട്ടുള്ള ഡ്രില്ലുകൾ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്,
ലൈക്ക് ബീഡ്സ് വർ ടേക്കൺ ടു ലാർജ് അർബൺ സെന്റേഴ്സ് സച്ച് ആസ് ഹാരപ്പ ആൻഡ് മോഹൻജദാരോ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഇൻഡസ് വാലിയുടെ റിവിഷൻ ക്ലാസ്സിനകത്ത് അതിൻ്റെ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ ഇൻഡസ് വാലി സിവിലൈസേഷനോട് ബന്ധപ്പെട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിനകത്തെല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടുള്ള ഹാരപ്പയും മോഹൻജദാരോയും. അവിടെയാണ് കച്ചവടം നടക്കുന്നത്, അവിടെയാണ് ആൾ താമസം കൂടുതലുള്ളത്, അവിടെയാണ് ജനസംഖ്യ കൂടുതലുള്ളത്. അപ്പോൾ ആ നഗരങ്ങൾ വളരുന്നതിന് വേണ്ടി, ആ നഗരങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് ചുറ്റുവട്ടത്ത് കിടക്കുന്ന ധോലാവീരയെ പോലെ, ലോത്താൽ പോലെ, കാളിബംഗൻ പോലെയുള്ള നഗരങ്ങളിൽ നിന്നും പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു, ഉൽപ്പാദിപ്പിച്ച് അതിവിടെ കൊണ്ട് വിൽക്കുന്നു. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഗ്രേറ്റ് ബാത്ത് ഫയർ ഓൾട്ടർ SR റാവു ആണ് ഈ സൈറ്റ് എക്സ്കവേറ്റ് ചെയ്തതെന്ന് പറയുന്നത് 955. മൂവിങ് ഓൺ, മണ്ട നമ്മൾ നേരത്തെ പഠിച്ച നഗരമാണ്, ജമ്മുവിലാണ്, ചെനാബ് നദിയുടെ തീരത്താണ്, നോർത്തേൺ മോസ്റ്റ് സൈറ്റാണ്, JP ജോഷിയാണ് എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്നത്. രാഖി ഗർഹി ഹരിയാനയിലാണ്, ഗഗർ നദിയുടെ തീരത്താണ്. അക്കോർഡിംഗ് ടു NCERT പാഠപുസ്തക പ്രകാരം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നഗരം ഏതാന്ന് ചോദിച്ചാൽ രാഖി ഗർഹിയാണ്. എക്സ്കവേറ്റ് ചെയ്തത് അമരേന്ദ്രനാഥ് ആണ്, ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ. ബൻവാലി ഹരിയാനയിലെയാണ്, സരസ്വതി നദിയുടെ തീരത്താണ്, RS കൃഷ്ണയാണ് എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൺലി സിറ്റി വിത്ത് റേഡിയൽ സ്ട്രീറ്റ്സ്, റേഡിയൽ ആയിട്ടുള്ള സ്ട്രീറ്റ്സ് ഉള്ള. മറ്റേതെല്ലാം തന്നെ ഗ്രിഡ് പാറ്റേണിലാണ്. ഗ്രിഡ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഇരിക്കുന്നത്. സാധാരണ എല്ലാ നഗരങ്ങളും ഇങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഞാൻ ഈ വര പോലെ സ്ട്രൈറ്റ് ലൈനിൽ കാണുന്ന എല്ലാം തന്നെ എന്താണ്, വഴികളാണ്. ഇങ്ങനെ ഒരു നഗരത്തെ, ബാർസലോണ നഗരം നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് അറിയില്ല, ഗൂഗിളിൽ അടിച്ചു നോക്കി കാണാനായിട്ട് സാധിക്കും. അതുപോലെ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു എന്താണ് സിവിലൈസേഷനാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. എക്സെപ്റ്റ് ഏത് നഗരം, ബൻവാലി. ബൻവാലിയിൽ റേഡിയൽ സ്ട്രീറ്റ്സ് ആണ്, നഗരം ബിൽഡ് ചെയ്തിരിക്കുന്നത് റേഡിയൽ ആയിട്ടാണ്, വഴികളെല്ലാം തന്നെ ആ രീതിയിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. കാളിബംഗൻ രാജസ്ഥാനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റാണ്, ഗഗർ നദിയുടെ തീരത്താണ്. ഇവിടെയാണ് എവിഡൻസ് ഓഫ് പ്ലൗഡ് ഫീൽഡ്. ഇത് ഇത്തവണത്തെ NTPC എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2024 കണ്ടക്ട് ചെയ്തിട്ടുള്ള NTPC പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എവിഡൻസ് ഓഫ് പ്ലൗഡ് ഫീൽഡ് എവിടെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്? കാളിബംഗനിൽ. ഗ്രേറ്റ് ബാത്തും ഫയർ ഓൾട്ടറും ഉണ്ട്, BB ലാലും BK തപ്പറുമാണ് ഈ സൈറ്റ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, NCERT വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, BB ലാൽ ആൻഡ് BK തപ്പർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, കാളിബംഗൻ 960 ഈ സൈറ്റ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഹാരപ്പ ആൻഡ് മോഹൻജദാരോ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങൾ. രവി നദിയുടെ തീരത്താണ് ഹാരപ്പയുള്ളത്. ദയാറാം സൈനി 921 ഏറ്റവും ആദ്യം എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുള്ള നഗരമാണ് ഹാരപ്പ. അതുകൊണ്ടാണ് ഈ സിവിലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന പേര് തന്നെ വന്നത്. നടരാജ വിഗ്രഹം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ജോൺ മാർഷൽ നടരാജ വിഗ്രഹം എന്നുള്ള പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് പരാമർശം നടത്തിയിട്ടുണ്ട്. ഇവിടെ ഗ്രാനറീസും ബൊള്ളോക്കാർട്സും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മോഹൻജദാരോ ഇൻഡസ് നദിയുടെ തീരത്താണ്. അവിടെ ഈ പറഞ്ഞ പോലെ സിറ്റഡൽ ഉണ്ട്, ലോവർ ടൗൺ ഉണ്ട്. മൗണ്ട് ഓഫ് ഡെഡ് എന്ന ഏത് ഭാഷയിലാണ്? സിന്ധി ഭാഷയിൽ. ഒരിക്കൽ കൂടെ പറയുന്നു, സിന്ധി ഭാഷയിൽ മൗണ്ട് ഓഫ് ഡെഡ് എന്ന അർത്ഥം വരുന്ന നഗരം ഏതെന്ന് ചോദിച്ചാൽ മോഹൻജദാരോ ആണ്. ഇവിടെ ഗ്രേറ്റ് ബാത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. NTPCക്ക് ചോദിച്ച ചോദ്യമാണ്, മോഹൻജദാരോയിൽ കാണപ്പെടുന്ന ഗ്രേറ്റ് ബാത്തിന്റെ ഷേപ്പ് എന്ത്, ഏതാണ്? റെക്ടാങ്കുലർ ടാങ്ക് ആണ്. ഇത് NTPCക്ക് ചോദിച്ച ചോദ്യമാണ്. RD ബാനർജി 922 ആണ് ഈ സൈറ്റ് എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബ്രോൺസ് കൊണ്ടുള്ള ഡാൻസിങ് ഗേളിനെ കാണാനായിട്ട് സാധിക്കും. പശുപതി സീൽ കാണാനായിട്ട് സാധിക്കും. സ്റ്റിയറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സോപ്പ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു തരം കല്ലാണ്. ആ കല്ലുകൊണ്ടുള്ള എന്ത് കാണാം? സ്റ്റാച്ചു കാണാം. ആ കല്ലുകൊണ്ടുള്ള സീല് കാണാം. മദർ ഗോഡസ് അതിന്റെ പ്രതിമ കാണാം. ഗ്രേറ്റ് ബാത്ത് കാണാം. ഗ്രേറ്റ് ഗ്രാനറി കാണാം. അസംബ്ലി ഹാൾ കാണാം. റെക്ടാങ്കുലർ ബിൽഡിങ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ മോഹൻജദാരോയിൽ. അപ്പോൾ മോഹൻജദാരോയും ഹാരപ്പയും ആണ് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് നഗരങ്ങൾ. ഹാരപ്പ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട്. കാരണം എന്ത് പറ്റി? ഹാരപ്പ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പോലെ പൈതൃകമാണെന്നും അതൊരു സംസ്കാരത്തിന്റെ അവശേഷിപ്പാണെന്നും അൺഫോർച്ചുനേറ്റ്ലി 920കളിൽ ആ കാലഘട്ടത്തിൽ അവിടെ ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ അതിനുള്ള വിദ്യാഭ്യാസമോ അറിവോ അവർക്കുണ്ടായിരുന്നില്ല. അവരെന്ത് ചെയ്തു? ആ ഹാരപ്പൻ സൈറ്റുകളിൽ നിന്നുള്ള ചുടുകട്ടകൾ അവരെടുത്തു കൊണ്ടുപോയി അവർ വിൽക്കുകയും അവരുടെ വീടുകൾ പണിയുകയൊക്കെ ചെയ്തുകൊണ്ട് ആ നഗരം വ്യക്തമായിട്ടുള്ള രീതിയിൽ സംരക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. മോഹൻജദാരോ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ടുള്ള ടൗണിന്റെ പ്ലാനുകളും കാര്യങ്ങളെല്ലാം തന്നെ മോഹൻജദാരോ നഗരത്തിൽ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഓക്കെ, ഇനി മെറ്റീരിയൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോപ്പറും ബ്രോൺസും അവർ ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളതിന്റെ ടേബിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റിവിഷന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. കോപ്പർ കിട്ടിയിരിക്കുന്നത് K3 റീജിയണിൽ നിന്നാണ്. അവിടെ ഗണേശ്വർ ജോധ്പുര എന്ന് പറഞ്ഞൊരു കൾച്ചർ ഉണ്ടായിരുന്നു. ഒമാനിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? കോപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഒമാനിനെ മഖൻ എന്നുള്ള പേരിലാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ഗോൾഡ് കർണാടകയിലെ KGF നിന്നാണ് എടുത്തിരുന്നത്. ടിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതിനെ മെസൊപ്പൊട്ടാമിയ എന്നോ അല്ലെങ്കിൽ ഉറൂഖ് എന്ന പേരിലുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
പ്രഷ്യസ് സ്റ്റോൺസ് ഗുജറാത്തിൽ നിന്നും ഇറാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നെല്ലാം സ്റ്റോണുകൾ എടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേദാസ് ഡിസ്ക്രൈബ്സ് മ്യൂസിക്? അപ്പോൾ വേദകാലത്തിലേക്ക് എത്തി. ഇൻഡസ് വാലി സിവിലൈസേഷൻ കഴിഞ്ഞ് നമ്മൾ വേദകാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം സംഗീതത്തെ പറ്റി പരാമർശിക്കുന്ന വേദം ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ഏതാണ്? സാമവേദം അല്ലെ? സാമവേദമാണ് സംഗീതത്തെ പറ്റി പരാമർശിക്കുന്നത്. 2, ഏറ്റവും പഴക്കം ചെന്ന വേദം ഏത്? വേദങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന വേദം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഒബ്വിയസ്ലി ഏതാണ്? ഋഗ്വേദമാണ്. ഇനി 3, there are dash mantras in Rigveda which include the unproven വൽക്കിലിയ ഹിംസ്. അപ്പോൾ വൽക്കിലിയ ഹിംസ് എന്ന് പറയുന്ന മന്ത്രങ്ങൾ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് മന്ത്രങ്ങളാണ്. ആ മന്ത്രങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എത്ര മന്ത്രങ്ങളാണ് ഋഗ്വേദത്തിൽ മൊത്തമുള്ളത്? അതിന് ഉൾപ്പെടുത്തിക്കൊണ്ട് 1028 മന്ത്രങ്ങളാണ് എവിടെയുള്ളത്? ഋഗ്വേദത്തിൽ ഉള്ളത്. എന്താണ് വൽക്കിലിയ ഹിംസ് എന്നുള്ളതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തതാണ്. വേദകാലത്തെ പറ്റിയിട്ടുള്ള ക്ലാസ് ഒരെണ്ണം യൂട്യൂബിൽ ലഭ്യമാണ്. ഇതിനെപ്പറ്റി റിവിഷൻ സീരീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേദാസ് ടോക്ക് അബൌട്ട് മാജിക്കൽ റിച്വൽസ് ആൻഡ് ക്യാപ്റ്റിവേഷൻസ്? മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഏത് വേദമാണ്? വേറെ എവിടേക്ക് നിങ്ങളുടെ ചിന്ത പോകരുത്. ഏതാണ്? അഥർവവേദം. അഥർവവേദത്തിനകത്താണ് മാജിക്കിനെ പറ്റിയിട്ടെല്ലാം പറയുന്നത്. അഥർവവേദം അതുകൊണ്ട് തന്നെ അനാര്യന്മാരുടെ വേദം എന്നൊരു പറച്ചിലും കൂടെ ഉണ്ട്. നമ്മുടെ യജുർവേദം, സാമവേദം, ഋഗ്വേദം തുടങ്ങിയ 3 വേദങ്ങൾ ആര്യന്മാരുടെ വേദമാകുമ്പോൾ ആര്യന്മാർ ഇവിടെ വരുന്നു. അവരുടെ ആരാധന മൂർത്തികളെ, അവരുടെ ദേവന്മാരെ ആരാധിക്കുന്നതിന് വേണ്ടി മന്ത്രങ്ങൾ ഉണ്ടാക്കുന്നു. ആ മന്ത്രങ്ങളെ റിക്കുകൾ എന്ന് പറയുന്നു. ആ റിക്കുകൾ അടങ്ങുന്ന വേദങ്ങളെ, റിക്ക് എന്ന് പറഞ്ഞാൽ സ്തുതിഗീതങ്ങൾ എന്നാണ് അർത്ഥം അല്ലെ? ടു പ്രൈസ് എന്നാണ് അർത്ഥം. അപ്പോൾ ആര്യന്മാർ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം ജനത ഇവിടെ വരുന്നു. അവരുടെ ദേവന്മാരെ ആരാധിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മന്ത്രങ്ങളാണ് ഋഗ്വേദം. ഓക്കെ, ഋഗ്വേദത്തിലുള്ള മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ എന്തൊക്കെ റിച്വൽസ്, എന്തൊക്കെ ആചാരങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് എവിടെ എഴുതിയിരിക്കുന്നത്? യജുർവേദത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ, യജുർവേദത്തിലെ ആചാരങ്ങൾ പാലിക്കുമ്പോൾ ഈ മന്ത്രങ്ങൾ ഏത് വിധേന ആലപിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സാമവേദത്തിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ 3 വേദങ്ങളും ഏകദേശം ഒരേ കുടക്കീഴിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അഥർവവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യന്മാർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് നമ്മുടെ ഈ പറയുന്ന ഇൻഡസ് വാലി നദിയുടെ തീരത്തും ഗംഗയുടെ തീരത്തൊക്കെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് അവിടെ താമസിച്ചിരുന്ന അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൈവശം ഈ പറഞ്ഞ പോലെ നമുക്കറിയാവുന്നതാണ്, ഈ ഗംഗ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുപ്പ് നിലമാണ് അല്ലെ? നദിയുടെ തീരം എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലമാണ്. ആ ചതുപ്പ് നിലത്തിൽ സ്വാഭാവികമായിട്ടും കാണാൻ സാധ്യതയുള്ള ഒരു ഉരകമാണ് പാമ്പ് അല്ലെ? പാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പാമ്പിന്റെ കൂടെ പാമ്പിനെ ടൈം ചെയ്ത് വളർന്നിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന സമൂഹത്തെ അവർ നാഗന്മാരെന്ന് വിളിച്ചു. നമുക്ക് ഈ പറഞ്ഞ വേദങ്ങളിലും പുരാണങ്ങളിലും കാണാൻ പറ്റുന്ന നാഗന്മാർ. അതുപോലെ തന്നെ കാട് വെട്ടി തെളിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് മരത്തിന്റെ മുകളിൽ നിന്ന് ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെ അവരെ യക്ഷൻ എന്നും യക്ഷി എന്നും വിളിച്ചു. നമുക്ക് വിക്രമാദിത്യ വേതാള കഥകളിലെ കഥാപാത്രത്തെയൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെല്ലാം അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയമായിട്ടുള്ള സമുദായങ്ങൾ അല്ലെങ്കിൽ സമൂഹങ്ങളാണ്. തദ്ദേശീയമായിട്ടുള്ള സമൂഹങ്ങൾ പാമ്പ് കടിയേറ്റാൽ എന്ത് പച്ചില വെക്കണം അല്ലെങ്കിൽ എന്ത് മരുന്ന് വെക്കണം, അസുഖം വന്നാൽ എന്ത് മരുന്ന് വെക്കണം, ആ നാടിന് അവിടെ ഉണ്ടായിരുന്ന അസുഖങ്ങളെ പരിചിതമായിരുന്ന ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ആ അസുഖത്തിനെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ കൈവശം കുറേ മരുന്നുകൾ, ഒറ്റമൂലികൾ, ആചാരങ്ങൾ, റിച്വൽസ്, മാജിക്സ്, ഫോർമുലാസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ മാജിക് ഫോർമുലാസ് എന്നും ആചാരങ്ങളെന്നും എല്ലാം വിളിച്ചുകൊണ്ട് അതിനെ അഥർവവേദം എന്നുള്ള പേരിൽ മറ്റൊരു വേദമാക്കി കമ്പൈൽ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് ഇതിനെന്ത് ചെയ്തു? നമ്മൾ ഈ പറയുന്ന 4 വേദങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുകയും ഇതിനെ 4 വേദങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പം മാജിക്കൽ റിച്വൽസ് ആൻഡ് ക്യാപ്റ്റിവേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? അഥർവവേദത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓൾഡസ്റ്റ് ഉപനിഷത്ത് ഏതാണ്? ഓൾഡസ്റ്റ് ഉപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ചണ്ഡോഗ്യ ഉപനിഷത്തിനെയാണ് നമ്മൾ ഓൾഡസ്റ്റ് ഉപനിഷത്ത് എന്ന് വിളിക്കുന്നത്. ഇനി എത്ര ഉപനിഷത്തുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്? അതിൽ എത്ര എണ്ണമാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപനിഷത്തുകൾ എന്ന് വിളിക്കുന്നത്? നമുക്കറിയാവുന്നതാണ്, 108 അറിയാവുന്നവർക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. 108 ഉപനിഷത്തുകളാണുള്ളത്. അതിൽ 11 എണ്ണത്തിനാണ് പ്രധാനപ്പെട്ട ഉപനിഷത്തുകളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ 11 എണ്ണത്തിന്റെ പേരെങ്കിലും നിങ്ങൾ ചുരുങ്ങിയത് പഠിച്ചിട്ട് പോകണം. ഇനി ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഉപനിഷത്ത് ഈസ് ദ വേർഡ് വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ആ ഫേമസ് ആയിട്ടുള്ള കോട്ട് ഏത് ഉപനിഷത്തിൽ നിന്നും ഉള്ളതാണ്? ഏത് ഉപനിഷത്താണ്? മഹാ ഉപനിഷത്തിൽ നിന്നും ഉള്ളതാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന വേദകാലത്തിൽ നിന്നും ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈ വേദകാലത്തെ പറ്റിയിട്ട് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കുക, വേദിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നതിനെ നമ്മളിതാ ഈ കാണിച്ചിരിക്കുന്ന ടേബിൾ വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. വേദകാലത്തെ പറ്റിയിട്ട് നമുക്ക് അറിവ് പകർന്നു തരുന്നത് വേദിക് ലിറ്ററേച്ചർ ആണ് അല്ലെ? വേദങ്ങളും അതിൻ്റെ മറ്റനുബന്ധ ലിറ്ററേച്ചറുകളുമാണ് വേദകാലത്തെ പറ്റി നമുക്ക് പ്രധാനമായിട്ടും അറിവ് പകർന്നു തരുന്നത്.
അപ്പോൾ വേദിക് ലിറ്ററേച്ചറെ നമുക്ക് താഴെ കാണിച്ചിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, എഴുതാം. ഇങ്ങനെ ശ്രുതി ലിറ്ററേച്ചർ എന്ന ഉള്ള ഒരു ഫോമാറ്റിലും സ്മൃതി ലിറ്ററേച്ചർ എന്ന് പറയുന്ന രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ താരതമ്യം ചെയ്യാം. മൊത്തത്തിൽ നമുക്ക് എത്ര വേദമാണുള്ളത്? ഋഗ്വേദമുണ്ട്, യജുർവേദമുണ്ട്, സാമവേദമുണ്ട്, അഥർവവേദമുണ്ട്. 4 വേദങ്ങൾ. ഈ 4 വേദങ്ങളും അതിൻ്റെ അനുബന്ധ മറ്റ് ലിറ്ററേച്ചറിനെയും നമുക്ക് ശ്രുതി ലിറ്ററേച്ചർ എന്ന പേരിലും സ്മൃതി ലിറ്ററേച്ചർ എന്ന പേരിലും എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഋഗ്വേദം എന്ന് പറയുന്ന ഒരു വേദം നിങ്ങൾ എടുക്കുക, ഓരോ വേദങ്ങൾ എടുക്കുക. അതിൽ ആദ്യത്തെ വേദം ഋഗ്വേദമാണ്. ഒരു ഋഗ്വേദത്തിന് അല്ലെങ്കിൽ ഋഗ്വേദത്തിന് എന്തുണ്ട്? ഋഗ്വേദത്തിൻ്റെ കീഴിൽ സംഹിതകളുണ്ട്, ഋഗ്വേദത്തിൻ്റെ കീഴിൽ ബ്രാഹ്മണകളുണ്ട്, ആരണ്യകയുണ്ട്, ഉപനിഷത്തുണ്ട്. ഋഗ്വേദത്തിന് ഉപവേദയും ഉണ്ട്. ഇതിലെ ഈ പറയുന്ന പച്ച കളറിൽ കൊടുത്തിരിക്കുന്ന 4 ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ശ്രുതി ലിറ്ററേച്ചറിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ശ്രുതി ലിറ്ററേച്ചറിന്റെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ വ്യത്യാസം എന്താണ്? ഇതിന് തെറ്റ് വരില്ല. തെറ്റ് വരില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ അതിന്റെ ശ്രുതി എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. തെറ്റ് വരില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് നേരിട്ട് വെളിവാക്കപ്പെട്ടതാണ് എന്നാണ് പറയപ്പെടുന്നത്. സ്മൃതി ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മറ്റ് വ്യക്തികൾ, ഈ പറയുന്ന ആചാര്യന്മാരും സന്യാസിമാരും മുനിവര്യന്മാരും എല്ലാം പറയുന്നതിൽ നിന്നും കേട്ടെഴുതിയിട്ടുള്ള ലിറ്ററേച്ചേഴ്സാണ് സ്മൃതി ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തെറ്റ് വരാം. അപ്പോൾ വേദത്തിനകത്ത് ഈ പറയുന്ന പോലെ ഒരു ചാതുർവർണ്ണ വ്യവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യവസ്ഥ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് അതിനെ തേച്ചാലും മാച്ചാലും എന്ത് വരില്ല, അത് തെറ്റാണെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു ഐഡിയ കൂടെ നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഞാൻ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അതിവിടെ ആവർത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഈ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ വെക്കുക. ശ്രുതി ലിറ്ററേച്ചർ എന്നും സ്മൃതി ലിറ്ററേച്ചർ എന്നും രണ്ടായിട്ട് വേദകാല ലിറ്ററേച്ചർ നമ്മൾ തരംതിരിക്കുന്നു. അതിൽ ശ്രുതി ലിറ്ററേച്ചറിന്റെ കീഴിൽ വരുന്നതാണ് സംഹിതകൾ, ബ്രാഹ്മണകൾ, ആരണ്യകൾ, അതുപോലെ തന്നെ ഉപനിഷത്തുകൾ. ഉപവേദം, വേദാംഗ തുടങ്ങിയ ലിറ്ററേച്ചേഴ്സ് എല്ലാം തന്നെ സ്മൃതി ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓരോ വേദത്തിനും ഉപവേദമുണ്ട്, ഓരോ വേദത്തിനും ഉപനിഷത്തുകളുണ്ട്, ഓരോ വേദത്തിനും ആരണ്യകയും ബ്രാഹ്മണയും സംഹിതയും ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി എന്താണ് വേദാംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വേദാംഗ എന്ന് പറഞ്ഞാൽ അത് 6 പുസ്തകങ്ങൾ അടങ്ങുന്നതാണ് നമ്മൾ വേദാംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനകത്ത് ശിക്ഷ, കൽപ്പ, വ്യാകരണ, ജ്യോതിഷ, നിരുക്ത, ഛന്ദസ് തുടങ്ങിയ 6 പുസ്തകങ്ങൾ അടങ്ങുന്നതാണ് വേദാന്ത എന്ന് വിളിക്കുന്നത്. വേദാംഗ എന്ന് വിളിക്കുന്നത്. ഉപനിഷത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വേദാന്ത. തെറ്റിപ്പോവരുത്. ഉപനിഷത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വേദാന്ത. ഇതിന്റെ അർത്ഥം എന്താണ്? വേദത്തിന്റെ അന്ത്യം എന്നുള്ള രീതിയിൽ. അപ്പോൾ വേദത്തിന്റെ അവസാനം എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ വേദാന്ത എന്ന് വിളിക്കുന്നത്. വേദാന്ത ഫിലോസഫി എന്ന് പറഞ്ഞാൽ അത് ഉപനിഷത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വേദാംഗ എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നാണ്. അത് വേദാന്തയായിട്ട് ഉപനിഷത്തായിട്ട് യാതൊരു ബന്ധവുമില്ല. നേരെ മറിച്ച് ഈ പറയുന്ന വേദാംഗങ്ങൾ 6 പുസ്തകങ്ങളെ കൂട്ടിച്ചേർത്താൽ അല്ലെങ്കിൽ അതുകൂടെ ചേർത്ത് വെച്ചാൽ മാത്രമേ ഈ വേദങ്ങളെ വേണ്ട വിധത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വ്യാഖ്യാനിക്കാനോ ഉരുവിടാനോ അതിന് ഈ പറഞ്ഞ പോലെ മന്ത്രങ്ങൾ ചൊല്ലാനോ സാധിക്കുകയുള്ളൂ. ശിക്ഷ, കൽപ്പ, വ്യാകരണ, ജ്യോതിഷ, നിരുക്ത, ഛന്ദസ്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ മീറ്ററാണ്. ഗായത്രി മന്ത്രം ചൊല്ലുന്നതിന് ഒരു മീറ്റർ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജ്യോതിഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഈ പറയുന്ന പോലെ ജ്യോതിശാസ്ത്രം, ശാസ്ത്രമല്ല, അന്നത്തെ ശാസ്ത്രവും അന്നത്തെ ഈ പറയുന്ന ജ്യോതിഷവും എല്ലാം എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അപ്പോൾ എത്രാമത്തെ നാള് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ രാഹുകാലം തുടങ്ങിയ കൺസെപ്റ്റുകൾ, ആ കൺസെപ്റ്റ് ഒന്നും അന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ. അതിന്റെ പ്രിമിറ്റീവ് സ്റ്റേജിലുള്ള സങ്കല്പങ്ങളാണ് ഇവിടെ കാണുന്നത്, ജ്യോതിഷത്തിൽ കാണുന്നത്. വ്യാകരണം പേരിൽ നിന്ന് കിട്ടും, നിരുക്ത, എറ്റിമോളജി തുടങ്ങിയ സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പുരാണങ്ങൾ എന്ത് തന്നെയാണ്? ഈ പറഞ്ഞ പോലെ ഒരു സ്മൃതി ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പുരാണങ്ങൾ. ഇതിഹാസങ്ങൾ വേറെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മുടെ വേദകാല ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ലിറ്ററേച്ചറിനകത്തു നിന്നാണ് ആ കാലഘട്ടത്തെ ആളുകളുടെ ജീവിത രീതിയെ പറ്റിയിട്ട്, അവരുടെ ആ കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥയെ പറ്റിയിട്ട്, സാമ്പത്തിക വ്യവസ്ഥയെ പറ്റിയിട്ടൊക്കെ നമുക്ക് അറിവ് കിട്ടുന്നത് ഈ പറയുന്ന ലിറ്ററേച്ചറുകളിൽ നിന്നാണ്. ഇനി നമുക്ക് ഓരോ വേദങ്ങളായിട്ട് പഠിക്കാം. ഋഗ്വേദം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഋഗ്വേദം എന്ന് പറയുന്നത് എന്താണ്? ഓൾഡസ്റ്റ് വേദയാണ്. ഋഗ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ടു പ്രൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുകഴ്ത്തുക, സ്തുതിഗീതങ്ങൾ, അതാണ് അർത്ഥമാക്കുന്നത്. ആരെയാണ് പുകഴ്ത്തുന്നത്? അവരുടെ ദേവതകളെ. 10,552 മന്ത്രങ്ങളാണുള്ളത്. 1028 സുക്തങ്ങളാണുള്ളത്. ഇനി ആ സുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഓഫ് മന്ത്രങ്ങളാണ്. അതായത് 10,552 മന്ത്രങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഋഗ്വേദം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മന്ത്രങ്ങളെ നമ്മളിങ്ങനെ ഒന്നാമത്തെ മന്ത്രം, രണ്ടാമത്തെ മന്ത്രം എന്നിങ്ങനെ നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ 10,552 മന്ത്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിലെ ആദ്യത്തെ 3 ആദ്യത്തെ 4 നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, അന്നത്തെ ആവശ്യം അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? മന്ത്രങ്ങളെ ഗ്രൂപ്പ് ചെയ്യുന്നു. ഈ ഗ്രൂപ്പ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇപ്പോൾ ആദ്യത്തെ 4 മന്ത്രങ്ങളെ ഒരു ഗ്രൂപ്പാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇതിനെ എന്ന് വിളിക്കാം? സുക്തം എന്ന് വിളിക്കാം. അങ്ങനെ എത്ര സൂക്തങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്? 1028 സൂക്തങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇതിനെന്ത് ചെയ്യുന്നു? മണ്ഡലങ്ങളാക്കി തിരിക്കുന്നു. മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാപ്റ്റേഴ്സ് ആണ്.
ചാപ്റ്റേഴ്സ് ആണ് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ. 10 ചാപ്റ്ററുകളാണ് ഋഗ്വേദത്തിനകത്തുള്ളത്. അതിലെ 2 മുതൽ 7 വരെയുള്ള മണ്ഡലങ്ങളെ ഫാമിലി ബുക്സ് എന്നാണ് വിളിക്കുന്നത്. 2 മുതൽ 7 വരെയുള്ള മണ്ഡലങ്ങളെ ഫാമിലി ബുക്സ് എന്നാണ് വിളിക്കുന്നത്. അത് ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. 1, 8, 9, 10 തുടങ്ങിയ മണ്ഡലങ്ങൾ പുതിയതായിട്ട് ചേർത്തതാണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഓരോ മണ്ഡലങ്ങളെയും ഓരോ ചാപ്റ്ററുകളെയും അനുവാഗാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 85 അനുവാഗങ്ങളാണ് ഉള്ളത്. ഇതെല്ലാം നമ്പേഴ്സ് ഫാക്റ്റുകളാണ്, പഠിച്ചു വെച്ച് പോകുന്നത് നല്ലതാണ്. 7ാമത്തെ മണ്ഡലത്തിൽ ദശരാജ യുദ്ധം എന്ന് പറയുന്ന 10 രാജാക്കന്മാരുടെ യുദ്ധത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ചോദ്യം വരും, ദശരാജ യുദ്ധത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന വേദം ഏതെന്ന് ചോദിക്കാം, ഋഗ്വേദമാണ്. ഏത് മണ്ഡലത്തിലാണെന്ന് ചോദിക്കാം, 7ാം മണ്ഡലത്തിലാണ്. 10ാമത്തെ മണ്ഡലത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ഹിരണ്യഗർഭ സൂക്തം. വളരെ ഫേമസ് ആയിട്ടുള്ള സൂക്തമാണ് ഹിരണ്യഗർഭ സൂക്തം. പുരുഷ സൂക്തം, പുരുഷ സൂക്തം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെന്താണ്, ജാതി വ്യവസ്ഥയെ പറ്റി പറയുന്ന സൂക്തമാണ്. ഇത് 10ാമത്തെ മണ്ഡലത്തിനകത്തുള്ളതാണ്. 10ാമത്തെ മണ്ഡലം പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. 3ാമത്തെ മണ്ഡലത്തിനകത്താണ് ഗായത്രി മന്ത്രത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് അവിടെ ഓർത്തിരിക്കുക. യജുർവേദം, യജുർവേദം എന്ന് പറഞ്ഞാൽ പ്രോസ് ഫോമിലുള്ള ഗദ്യരൂപത്തിലുള്ള വേദം ഏതെന്ന് ചോദിച്ചാൽ അത് യജുർവേദമാണ്. യജ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, സാക്രിഫൈസ് എന്നാണ്. ഇതൊരു റിച്വൽ വേദയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഋഗ്വേദത്തിൽ എന്താണുള്ളത്, റിക്കുകളാണുള്ളത്. റിക്കുകൾ എന്ന് പറഞ്ഞാൽ സ്തുതിഗീതങ്ങളാണുള്ളത്. അപ്പോൾ ഋഗ്വേദത്തിൽ കൊടുത്തിട്ടുള്ള ദേവതമാരെ സ്തുതിക്കുന്ന വേദമാണ് എവിടെ ഉള്ളത്, ഋഗ്വേദത്തിലുള്ളത്. ആ ദേവതമാരെ സ്തുതിക്കുന്ന സമയത്ത് എന്ത് മന്ത്രങ്ങൾ ഉരുവിടണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഉരുവിടുന്നതിനേക്കാൾ ഉപരി എന്തൊക്കെ ആചാരങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, യജുർവേദത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. 40 ചാപ്റ്ററുകളും 200 മന്ത്രങ്ങളുമാണ് ഇവിടെ ഉള്ളത്. ഇതിലെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഹിതകളാണ് ശുക്ല സംഹിത ആൻഡ് കൃഷ്ണ സംഹിത. ശുക്ല സംഹിത ആൻഡ് കൃഷ്ണ സംഹിത. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് വേദമെടുത്താലും അതിനകത്ത് എന്തുണ്ടാവും, സംഹിത ഉണ്ടായിരിക്കും, അതിനകത്ത് എന്തുണ്ടാവും, ബ്രാഹ്മണ ഉണ്ടായിരിക്കും, അതിനകത്ത് എന്തുണ്ടാവും, ആരണ്യക ഉണ്ടായിരിക്കും, അതിനകത്ത് എന്തുണ്ടാവും, ഉപനിഷത്ത് ഉണ്ടായിരിക്കും. എല്ലാ വേദത്തിനും ഇത് ബാധകമാണ്, ഋഗ്വേദത്തിനും ഇത് ബാധകമാണ്. അതുപോലെ തന്നെ ഇതിനും ബാധകമാണ്, യജുർവേദത്തിനും ബാധകമാണ്. യജുർവേദത്തിന്റെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഹിതകളാണ് ശുക്ല സംഹിതയും കൃഷ്ണ സംഹിതയും. ഇനി 19 ഉപനിഷത്തുകളാണ് എന്തിനുള്ളത്, യജുർവേദക്കകത്തുള്ളത്. 19 ഉപനിഷത്തുകൾ എന്തിനു മാത്രമുണ്ട്, ശുക്ല സംഹിതയ്ക്ക് മാത്രമുണ്ട്. 32 ഉപനിഷത്തുകൾ എന്തിനു മാത്രമുണ്ട്, കൃഷ്ണ സംഹിതയ്ക്ക് മാത്രമുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ധനുർവേദം എന്ന് പറയുന്നതാണ് എന്തിന്റെ ഉപവേദം, യജുർവേദത്തിന്റെ ഉപവേദം. ധനുർവേദം എന്ന് പറയുന്നതാണ് എന്തിന്റെ ഉപവേദം, യജുർവേദത്തിന്റെ ഉപവേദം എന്ന് പറയുന്നത്. ഇനി സാമവേദം, ഏറ്റവും ഷോർട്ടസ്റ്റ് വേദമാണ് സാമവേദം. ഇനി ക്ലോസ്ലി കണക്റ്റഡ് ടു ഋഗ്വേദമാണ്. ഋഗ്വേദത്തിന്റെ 8ാമത്തെ മണ്ഡലവും 9ാമത്തെ മണ്ഡലവും പുതിയതായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട ഋഗ്വേദത്തിന്റെ 8, 9 ചാപ്റ്ററുകൾ അങ്ങനെ തന്നെ നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും, സാമവേദത്തിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇതിനെയാണ് വേദ ഓഫ് സോങ്സ്, സംഗീതം തുടങ്ങിയ സംഭവങ്ങളെല്ലാം ഉരുവിടുന്ന ഇവിടെ നിന്നാണ്. ആൻഡ് 16 ഉപനിഷത്തുകളാണ് സാമവേദത്തിനകത്തുള്ളത്. ഗന്ധർവ വേദം എന്ന് പറയുന്ന ഉപവേദം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, നമ്മുടെ സാമവേദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അഥർവവേദം, വേദ ഓഫ് മാജിക്കൽ ഫോർമുലാസ്, അഥർവവേദമാണ്. അഥർവവേദത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബ്രഹ്മവേദ എന്ന് പറയുന്നത്. ഇതാണ് ഓൾഡസ്റ്റ് ലിറ്റററി മോണുമെന്റ് ഓഫ് ഇന്ത്യൻ മെഡിസിൻ. ആയുർവേദത്തിന്റെയൊക്കെ റൂട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എവിടെ നിന്നാണ്, അഥർവവേദത്തിൽ നിന്നാണ്. ഇതിന് എന്തില്ല, ആരണ്യകങ്ങൾ ഇല്ല. 5839 മന്ത്രങ്ങളാണുള്ളത്. അതിന് 20 മണ്ഡലങ്ങൾ, 20 ചാപ്റ്ററുകളായിട്ടും 731 സൂക്തങ്ങളായിട്ടും കൊടുത്തിട്ടുണ്ട്. അർത്ഥശാസ്ത്രമാണ് ഇതിന്റെ ഉപവേദം എന്ന് പറയുന്നത്. ഇത്രയും പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേദവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉപനിഷത്തുകളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഋഗ്വേദത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 ഉപനിഷത്തുകളാണ് നിങ്ങൾക്കുള്ളത്, ഐത്രേയ, കൗശിതാഗി എന്നിങ്ങനെ 2 ഉപനിഷത്തുകൾ. യജുർവേദത്തിലെ ഇഷവാസ്യ എന്ന് പറയുന്ന ഉപനിഷത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കഥോപനിഷത്ത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. വേറൊന്നും കൊണ്ടല്ല, NCERTയിൽ കൊടുത്തിട്ടുള്ള ഒരു ഉപനിഷത്താണ് കഥോപനിഷത്ത്. അതിൽ നച്ചികേത എന്ന് പറയുന്ന ചെറുപ്പക്കാരനും യമദേവനും തമ്മിലുള്ള തർക്കത്തെ പറ്റിയിട്ട്, സംഭാഷണത്തെ പറ്റിയിട്ട് NCERT കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് 2018 ALP ടെക്നീഷ്യന് ചോദിച്ച ചോദ്യം കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഓർത്തിരിക്കുക. ഇനി തൈത്രേയ ഉപനിഷത്ത് ഏതിൻ്റെയാന്ന് ചോദിക്കും, യജുർവേദമാണ്. ബൃഹത്താരണ്യക ഉപനിഷത്ത് ഏറ്റവും പഴക്കം ചെന്ന ഉപനിഷത്തുകളിൽ ഒന്നാണ്. ഇവിടെയും NCERTയിൽ കൊടുത്തിട്ടുള്ള ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഗാർഗിയും യജ്ഞവൽക്യ എന്ന് പറയുന്ന സന്യാസിയും തമ്മിലുള്ള സംഭാഷണം. ഗാർഗി എന്ന് പറയുന്നത് വേദകാലഘട്ടത്തിലെ ഒരു സ്ത്രീയാണ്, ഒരു യുവതിയാണ്. അവർ യജ്ഞവൽക്യ എന്ന് പറയുന്ന ഒരു സന്യാസിയുമായിട്ടുള്ള സംഭാഷണത്തെ പറ്റിയിട്ടും NCERT കൊടുത്തിട്ടുണ്ട്. സാമവേദത്തിലെ കെനോപനിഷത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചണ്ഡോഗ്യ ഉപനിഷത്ത് പഴക്കം ചെന്ന ഉപനിഷത്തുകളിൽ ഒന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്ഷനകത്ത് ബൃഹദാരണ്യക ഉപനിഷത്ത് ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യുക, ചണ്ഡോഗ്യ ഉപനിഷത്ത് ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യുക. രണ്ടും കൂടെ ഒരുമിച്ച് വരാനുള്ള സാധ്യതയില്ല. കാരണം രണ്ടിന്റെ കാര്യത്തിൽ അതിലേതാണ് ഏറ്റവും പഴക്കം ചെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ടും ഒരുമിച്ച് ഓപ്ഷനകത്ത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ചണ്ഡോഗ്യ ഉപനിഷത്തിനകത്ത് വന്നിട്ടുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കോട്ടാണ് തത്വമസി എന്ന് പറയുന്നത്. ഇനി മഹാ ഉപനിഷത്ത് എന്ന് പറഞ്ഞ ഒരു ഉപനിഷത്തുണ്ട്. അതിനകത്താണ് വസുദേവ കുടുംബകം എന്ന് പറയുന്ന കോട്ട് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ എക്സാമിനടുത്ത് നിങ്ങൾ കണ്ടതാണ്.
അവിടെ ഋഷി ഉദ്ദാലക അരുണിയും ശ്വേതകേതുവും തമ്മിലുള്ള ഒരു സംഭാഷണം, മകനും അച്ഛനും തമ്മിലുള്ള സംഭാഷണം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതും NCERT കൊടുത്തിട്ടുള്ളതാണ്. NCERT കൊടുത്തിട്ടുള്ള സംഭാഷണങ്ങൾ 3 യമദേവനും നച്ചികേതയും തമ്മിലുള്ള സംഭാഷണം, ഋഷി ഉദ്ദാലകാരുണിയും ശ്വേതകേതുവും തമ്മിലുള്ള സംഭാഷണം, ഗാർഗി അതുപോലെ തന്നെ യജ്ഞവൽക്യ തമ്മിലുള്ള സംഭാഷണം. യജ്ഞവൽക്യയുടെ സ്മൃതിയൊക്കെ വേറെ തന്നെ ഒരു ഇതാണ്. അഥർവവേദം എടുക്കുകയാണെങ്കിൽ അവിടെ പ്രശ്ന ഉപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തുണ്ട്, മുണ്ടക ഉപനിഷത്തുണ്ട്. മുണ്ടക ഉപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്ന് പറയുന്ന വാക്ക് എടുത്തിരിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല്. മണ്ഡൂക്യ ഉപനിഷത്ത് ഉണ്ട്, അതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വേദം എന്നുള്ള പേരിലാണ്, ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഉപനിഷത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? മണ്ഡൂക്യ ഉപനിഷത്താണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. ഇതാണ് വേദിക് ലിറ്ററേച്ചറിൽ നിന്ന് നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കവർ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ ദ ഹയസ്റ്റ് പീരീഡ് ഓഫ് ആര്യൻ കൾച്ചർ ദ ഡിസ്ട്രിക്ട്സ് ഓഫ് ഗാഞ്ചസ് വാലി വിച്ച് വർ ഡാഷ് ഇൻ നമ്പർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആര്യന്മാർ അവരുടെ ഏറ്റവും പീക്ക് കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് എത്ര ജില്ലകളായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഗംഗ തീരം തരംതിരിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ചോദ്യം കാണുമ്പോൾ പരസ്പര ബന്ധമില്ലാത്തൊരു ചോദ്യമായിട്ട് തോന്നും. പക്ഷെ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല. എന്താണ്? 16 മഹാജനപദങ്ങളെ പറ്റിയിട്ടാണ്. അപ്പൊ ഇതിന് ഉത്തരം വരുന്ന ഏതാണ്? 16. മഹാജനപദാസ് നിങ്ങൾ കേട്ട് കാണിരിക്കും. മഹാജനപദാസ് പല ലിറ്ററേച്ചറുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ വേദകാല ലിറ്ററേച്ചറുകളിലെ പുരാണങ്ങളായിക്കോട്ടെ, ഇതിഹാസങ്ങളായിക്കോട്ടെ, ബുദ്ധമത ഗ്രന്ഥങ്ങളായിക്കോട്ടെ, ജൈനമത ഗ്രന്ഥങ്ങളായിക്കോട്ടെ, സ്മൃതികളായിക്കോട്ടെ, ശ്രുതികളായിക്കോട്ടെ, ഇതിനകത്തെല്ലാം ആ കാലഘട്ടത്തിലെ 16 മഹാജനപദങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പേരുകൾ എന്ന് പറയുന്നത് NCERT-യിൽ കൊടുത്തിട്ടുള്ള റെഫറൻസ് ആണ്. NCERT പറയുന്നു അങ്കുട്ടര നിക്കായ, പുസ്തകത്തിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കുക. അങ്കുട്ടര നിക്കായ എന്ന് പറയുന്ന ഒരു ബുദ്ധമത ഗ്രന്ഥം. ഇത് എന്ത് ഗ്രന്ഥമാണ്? ബുദ്ധമത ഗ്രന്ഥമാണ്. അങ്കുട്ടര നിക്കായ എന്ന് പറയുന്ന ബുദ്ധമത ഗ്രന്ഥത്തിൽ മഹാജനപദകൾ എന്ന് പറഞ്ഞുകൊണ്ട് 16 നാട്ടുരാജ്യങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? കാശി, കോശല, അങ്ക, മഗധ, വാജി അല്ലെങ്കിൽ വൃജി, മല്ല, ചെടിയ അല്ലെങ്കിൽ ചെടി, വംശ, കുരു, പാഞ്ചാല, മച്ച അല്ലെങ്കിൽ മത്സ്യ, ശുരസേന, അസക അല്ലെങ്കിൽ അഷ്മാഖ, അവന്തി, ഗാന്ധാര, കംബോജ എന്നിങ്ങനെ 16 മഹാജനപദങ്ങളുടെ പേരും അതിന്റെ തലസ്ഥാനങ്ങളുടെ പേരും കൊടുത്തിട്ടുണ്ട്. തലസ്ഥാനങ്ങളുടെ പേരടക്കമാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് NCERT-ക്കകത്ത് കൊടുത്തിട്ടുള്ള ഒരു മാപ്പാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം സൗത്ത് ഇന്ത്യയിൽ കാണുന്ന ഒരു മഹാജനപദയാണ് ആര്? അഷ്മാഖ. അഷ്മാഖയുടെ ക്യാപിറ്റൽ കൊടുത്തിരിക്കുന്നത് പൈഥൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മഗധ ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നീട് മഗധ കേന്ദ്രീകരിച്ചുകൊണ്ട്, രാജഗിർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിന്നീട് വന്നിട്ടുള്ള സാമ്രാജ്യങ്ങളെല്ലാം തന്നെ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ ആ പോയിന്റും കൂടെ ഓർത്തിരിക്കുക. അങ്കുട്ടര നിക്കായ എന്ന് പറയുന്ന ബുദ്ധമത ഗ്രന്ഥത്തിൽ 16 നാട്ടുരാജ്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ 16 നാട്ടുരാജ്യങ്ങളുടെ പേരും അതിന്റെ തലസ്ഥാനവും വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. തലസ്ഥാനങ്ങളിൽ കാശി, വാരണാസി, കോസല, സ്രവസ്തി, അതുപോലെ തന്നെ മഗധ, രാജഗിർ, വാജി, വൈശാലി, അതുപോലെ തന്നെ മല്ല, കുശിനഗര. കുശിനഗര എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ചെടി പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കേണ്ടത് സുരസേന മധുര, അവന്തി ഉജ്ജയിനി, ഗാന്ധാര തക്ഷില, കംബോജ പുഷ്കലവതി, കുരു ഇന്ദ്രപ്രസ്ഥ. ഇത്രയും മഹാജനപദാസെങ്കിലും ചുരുങ്ങിയത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം, അതിന്റെ തലസ്ഥാനങ്ങളും. ക്ലിയർ? ഇനി അടുത്ത ചോദ്യം. പാർശ്വനാഥ ഹു വാസ് ദ സൺ ഓഫ് ക്ഷത്രിയ ആൻഡ് കിങ് അശ്വസേന ഓഫ് ബനാറസ് ബിക്കെയിം എ ജെയിൻ തീർത്ഥങ്കര ഡാഷ്. അപ്പൊ എത്രാമത്തെ തീർത്ഥങ്കരനാണ് പാർശ്വനാഥൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ് ചോദ്യത്തിനകത്തുനിന്ന്, ഇതൊരു മറ്റൊരു ചോദ്യമായിട്ട് വരാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്താണ്? അദ്ദേഹം ഒരു ക്ഷത്രിയ രാജാവിന്റെ മകനാണ്. ആര്? പാർശ്വനാഥൻ. അദ്ദേഹം എന്താണ്? ഒരു തീർത്ഥങ്കരനാണ്. ഏത് മതത്തിലെ? ജൈന മതത്തിലെ. പക്ഷെ എത്രാമത്തെ തീർത്ഥങ്കരൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രാമത്തെയാണ്? നമുക്കറിയാം വർദ്ധമാന മഹാവീര എത്രാമത്തെയാണ്? 24 അതിന് മുന്നേ ഉള്ള ആളാണ് ആര്? പാർശ്വനാഥൻ. എത്രാമത്തെയാണ്? 23 തീർത്ഥങ്കരനായിട്ടാണ് ആര് വരുന്നത്? പാർശ്വനാഥൻ വരുന്നത്. ഇനി മഹാവീര എത്രാമത്തെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് തീർത്ഥങ്കരയാണ്. എത്രാമത്തെയാണ്? 24 ആളാണ്. ഇനി വിച്ച് റിലീജിയൻ ഈസ് ദ ത്രിപിടക എ സേക്രഡ് സ്ക്രിപ്ചർ റിലേറ്റഡ് ടു? ത്രിപിടക എന്ന് പറയുന്ന ഗ്രന്ഥം അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏത് മതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് മതമാണ്? ബുദ്ധിസം. അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് വാസ് ബോൺ ഇൻ 560 BC ആൻഡ് ഡയഡ് ഇൻ 480 BC അറ്റ് ദ ഏജ് ഓഫ് 80. ആരാണ് 80-ാമത്തെ വയസ്സിൽ മരണമടഞ്ഞിട്ടുള്ള ആള്? ആരാണ്? ബുദ്ധൻ അല്ലെ? ഇനി അണ്ടർ വിച്ച് ട്രീ ഡിഡ് ക്യൂൻ മായാദേവി ഗിവ് ബർത്ത് ടു ഗൗതമ ബുദ്ധ? ഏത് മരച്ചോട്ടിൽ വെച്ചിട്ടാണ് മായാദേവി ഗൗതമ ബുദ്ധന് ജന്മം കൊടുത്തത്? ഏത് മരച്ചോട്ടിലാണ്?
സാൽ മരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ടാണ്. ശ്രദ്ധിക്കുക, മായാദേവി എന്ന പേര് നോട്ട് ചെയ്ത് വെക്കുക. ബുദ്ധന്റെ അമ്മയുടെ പേര് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇനി ദ ഫൗണ്ടേഷൻസ് ഓഫ് ബുദ്ധിസം ആർ ബേസ്ഡ് ഓൺ ഡാഷ് ഗ്രേറ്റ് ട്രൂത്ത്സ് ആൻഡ് ഓർഗൻസ് ഡാഷ് പാത്ത്. അപ്പൊ ഏതാണ്, എത്ര സത്യങ്ങളാണുള്ളത്? 4 ആര്യ സത്യങ്ങൾ അല്ലെ. 4 ആര്യ സത്യങ്ങളും എത്ര മാർഗത്തിലൂടെയാണ് നമുക്ക് ബുദ്ധിസം നടപ്പിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്? അഷ്ടാംഗ മാർഗം. അപ്പൊ 4 സത്യങ്ങൾ, 8 മാർഗങ്ങൾ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എമംഗ് ദ 4 ഗ്രേറ്റ് ഗുഡീസ് ഓഫ് ലോർഡ് ബുദ്ധ? നമ്മളെ പറഞ്ഞ 4 ആര്യ സത്യങ്ങളിൽ ഏതാണ്, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആ 4 ആര്യ സത്യങ്ങളിൽ പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? If desires are not believed, then suffering can be relieved. ലോകം ദുഃഖം ആണ്, അതിന്റെ കാരണം എന്താണ്? ആഗ്രഹമാണ്. ആഗ്രഹങ്ങളില്ല എന്നുണ്ടെങ്കിൽ സഫറിങ് ഒഴിവാക്കാൻ പറ്റും. ദിസ് ക്യാൻ ബി ഡൺ ബൈ ഫോളോയിങ് 8-fold path. അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഗൗതമ ബുദ്ധ അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ പ്രസംഗം നടപ്പിലാക്കിയത് എവിടെ വെച്ചിട്ടാണ്? നമുക്ക് അറിയാവുന്നതാണ്. എവിടെ വെച്ചിട്ടാണ്? സാരനാഥിൽ വെച്ചിട്ടാണ്. ഇനി ഏത് ചൈനീസ് സ്കോളറാണ് വിജയവാഡയിൽ നിന്നും ബുദ്ധമതം പഠിച്ചത്? ബുദ്ധ മതഗ്രന്ഥങ്ങൾ, ത്രിപീഠകകൾ അല്ലെ, 3 പീഠകകളാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പൊ ആ 3 പീഠകകൾ വിജയവാഡയിൽ നിന്നുകൊണ്ടും പഠിച്ചിട്ടുള്ള ഏത് ചൈനീസ് സ്കോളർ ആണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ജുവാങ് സാങ് അല്ലെങ്കിൽ ഹുവാൻ സാങ്, പല പേരുകളിൽ നമുക്ക് പലപ്പോഴായിട്ട് ഇദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വിജയവാഡയിൽ വന്നിരുന്നുകൊണ്ട് ബുദ്ധമത ഗ്രന്ഥങ്ങൾ പഠിച്ചത്. ഇനി ഏത് സ്റ്റേറ്റിലാണ് ബോധ് ഗയ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ബോധ് ഗയയും ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഹാറിലാണ്. ഇനി ഗൗതമ ബുദ്ധ ഏത് ഭാഷയാണ് സാധാരണ ജനങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്നത്? ഏത് ഭാഷയാണ്? പാലി ഭാഷയിലാണ് ഗൗതമ ബുദ്ധൻ സാധാരണ ജനങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ഇനി ജാതക കഥകളിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ബർത്ത് ആൻഡ് ലൈഫ് ഓഫ് ഡാഷ് ഈസ് ഫൗണ്ട്. ആരുടെ ജന്മത്തെ പറ്റിയിട്ടും ആരുടെ ജീവിതത്തെ പറ്റിയിട്ടുമാണ് ജാതക കഥകൾ പരാമർശിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരെ പറ്റിയിട്ടാണ്? ബുദ്ധനെ പറ്റിയിട്ടാണ്. ബുദ്ധന്റെ കഥകൾ, ബുദ്ധ ഭിക്ഷുക്കളുടെ കഥകളെല്ലാം തന്നെയാണ് എവിടെ കൊടുത്തിരിക്കുന്നത്? ജാതക കഥകളിൽ കൊടുത്തിരിക്കുന്നത്. ഈ ജാതക കഥകൾ ഏറ്റവും ആദ്യ കാലഘട്ടത്തിലെ ആർക്കിടെക്ചറുകളിൽ നമുക്ക് കൊത്തി വെച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി വാട്ട് വാസ് ദ നെയിം ഓഫ് മദർ ഓഫ് ഗൗതമ ബുദ്ധ? ഞാൻ നേരത്തെ പറഞ്ഞു, ബുദ്ധന്റെ അമ്മയെ പറ്റി പഠിച്ചിട്ട് പോകണം. ഏതായിരുന്നു? മായാദേവി അല്ലെ, ക്യൂൻ മായാദേവി. ഇത്രയും ഭാഗങ്ങളാണ് എവിടെ നിന്ന് പഠിക്കാനുള്ളത് പ്രധാനമായിട്ട് നിങ്ങൾക്ക്. നമ്മുടെ ഈ ബുദ്ധിസം ജൈനിസത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഭാഗത്തെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കാം. ബുദ്ധനും ബുദ്ധിസത്തിന്റെ ഒറിജിനെ പറ്റി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കുമ്പോൾ 563 മുതൽ 483 BC വരെയാണ് ബുദ്ധൻ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കാലഘട്ടം. നിങ്ങൾ നേരത്തെ കണ്ട ചോദ്യത്തിൽ 560 എന്നും 480 എന്ന് ആണ് കണ്ടത്. പക്ഷെ എക്സാക്ട് ഇയേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അതിനകത്ത് ക്ലാരിറ്റി കുറവുണ്ട്. എന്നിരുന്നാലും പൊതുവിൽ ഹിസ്റ്റോറിയൻസ് വിശ്വസിച്ചു പോരുന്ന വർഷമാണ് ഈ കാണിച്ചിരിക്കുന്നത്. എവിടെ ജനിച്ചു? ലുംബിനി എന്ന് പറയുന്ന സ്ഥലത്ത്. അതിപ്പോൾ എവിടെയാണ്? നേപ്പാളിലാണ്. ശാക്യമുനി എന്ന പേര് അദ്ദേഹത്തിന് വരാൻ കാരണം അദ്ദേഹം ശാക്യ വംശത്തിൽ ജനിച്ചത് കൊണ്ടാണ്. അമ്മയുടെ പേര് മായാദേവി. സാൽ മരത്തിന്റെ ചുവട്ടിൽ ലുംബിനിയിലെ ഒരു തോട്ടത്തിലാണ് ജന്മമെടുക്കുന്നത്, ബുദ്ധൻ ജന്മമെടുക്കുന്നത്. 29ാമത്തെ വയസ്സിൽ അദ്ദേഹം കൊട്ടാരം വിട്ടു പോകുന്നു. അദ്ദേഹത്തിന്റെ കുതിരയുടെ പേരാണ് കാന്തക എന്ന് പറയുന്നത്. 6 വർഷത്തോളം അദ്ദേഹം സന്യാസ ജീവിതം അനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഗുരുവിന്റെ പേരാണ് അല്ലാര കലാമ എന്ന് പറയുന്നത്. അല്ലാര കലാമ എന്ന് പറയുന്ന ഗുരുവിന്റെ കീഴിൽ സന്യാസം അനുഷ്ഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു. ഇനി അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സന്യാസം അനുഷ്ഠിച്ചു നിന്നു. എന്ത് ചെയ്യുന്നില്ല? ബോധോദയം ലഭിക്കുന്നില്ല, എൻലൈറ്റ്മെന്റ് ലഭിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം കുറച്ച് എക്സ്ട്രീമിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. എന്ത് ചെയ്യുന്നു? പട്ടിണി കിടക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു നിയർ ഡെത്ത്, മരണത്തിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. എന്ത് കാരണം? ഫാസ്റ്റിംഗ് കാരണം. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അങ്ങനെ തളർന്നു കിടക്കുന്ന സമയത്ത് സുജാത എന്ന് പേരുള്ള ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നു? കഞ്ഞി വാങ്ങിച്ചു കുടിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് വരുന്നു? മിഡിൽ പാത്ത് എന്ന് പറയുന്ന ആശയം വരുന്നു. നമ്മൾ 2 എക്സ്ട്രീമിറ്റിലേക്ക് പോയിട്ട് കാര്യമില്ല അല്ലെ. അമിതമായിട്ടുള്ള ഈ പറയുന്ന ഫാസ്റ്റിംഗ്, അതുപോലെ തന്നെ ശരീരത്തിന്റെ എക്സ്ട്രീമിറ്റികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ രീതിയിലേക്ക് ശരീരത്തിനെ കൊണ്ടിട്ടോ മനസ്സിനെ കൊണ്ടിട്ടോ കാര്യമില്ല. അതുപോലെ തന്നെ അമിതമായ സുഖലോലുപതയിൽ പോയിട്ടും കാര്യമില്ല. നമുക്ക് വേണ്ടത് എപ്പോഴും എന്താണ്? മാർഗം എന്തായിരിക്കണം? മധ്യമാർഗമായിരിക്കണം, മിഡിൽ പാത്ത് ആയിരിക്കണം എന്നുള്ള ഒരു ബോധോദയം അദ്ദേഹത്തിന് ലഭിക്കുന്നു. അദ്ദേഹം സുജാതയുടെ കയ്യിൽ നിന്നും ഈ പറയുന്ന പാത്രത്തിൽ കഞ്ഞി വാങ്ങിച്ചു കുടിച്ചതിന് ശേഷം വീണ്ടും സന്യസിക്കാനായിട്ട് പോകുന്നു. എൻലൈറ്റ്മെന്റ് 35ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നു. മാര എന്ന് പറയുന്ന ഒരു ഡീമണെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. അത് അങ്ങനെയാണ് എന്തിൽ പറയുന്നത്? ജാതക കഥകളിൽ പറയുന്ന ബോധ് ഗയയിൽ വെച്ചിട്ട്
പൈപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ബോധോദയം ലഭിക്കുന്നത്. സാൽ മരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം ജനിച്ചു, പൈപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചു. സർപ്പൻ കിങ് മുച്ചിലിൻഡ അദ്ദേഹത്തെ മഴയിൽ നിന്നും എന്ത് ചെയ്യുന്നു, രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതായത് സുജാതയുടെ കയ്യിൽ നിന്നും കഞ്ഞി കുടിച്ചതിന് ശേഷം ബോധോദയം ലഭിച്ചു. ഓക്കെ, ഇതാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒരു 6 മാസം കൂടെ സന്യാസം അനുഷ്ഠിച്ചു. 6 മാസത്തിൽ മൺസൂൺ അടിച്ചു, നല്ല കോരിച്ചൊരിയുന്ന മഴ പെയ്തപ്പോൾ സർപ്പരാജാവ്, നാഗരാജാവ് വന്ന മിച്ചിലിൻഡ വന്ന് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ പത്തി ഈ ഭണം വിടർത്തി എന്ത് ചെയ്യുന്നു, ബുദ്ധനെ സംരക്ഷിച്ച് നിർത്തി. ഇതും നമുക്ക് പലപ്പോഴും പല കൊത്തുപണികളിൽ കാണാനായിട്ട് സാധിക്കുന്ന ഒരു ഇമേജ് ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ സർമൺ എവിടെ കാണുന്നു, സാരനാഥിലാണ്. ഇനി 80ാമത്തെ വയസ്സിൽ കുശിനഗരയിൽ വെച്ചിട്ട് ബുദ്ധൻ മരണമടഞ്ഞു എന്നാണ് പറയുന്നത്. ഇതാണ് ബുദ്ധന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ബുദ്ധിസ്റ്റ് ഫിലോസഫിയെ പറ്റി പറയുന്നത്, ബുദ്ധൻ സാരനാഥിലെ ഏറ്റവും ആദ്യത്തെ പ്രസംഗം നടത്തി പാലി ഭാഷയിലാണ് ജനങ്ങളുമായിട്ട് സംവാദിച്ചിരുന്നത്. ബുദ്ധമത പഠനങ്ങളെ നമ്മൾ ത്രിപീഠക എന്നാണ് വിളിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പീഠക സുട്ടപീഠകയാണ്. സുട്ടപീഠക എന്ന് പറഞ്ഞാൽ ബുദ്ധന്റെ ടീച്ചിങ്സും ബുദ്ധൻ നേരിട്ട് പറഞ്ഞ കാര്യങ്ങളുടെയും കമ്പൈലേഷൻസ് ആണ് സുട്ടപീഠക. അതിനകത്ത് ധർമ്മപാതയെ പറ്റിയിട്ടും ബുദ്ധന്റെ നിയമങ്ങളെ പറ്റിയിട്ട്, നിയമാവലിയെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. വിനയപീഠക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഡെയിലി ലൈഫ്സ് ഓഫ് ബുദ്ധിസ്റ്റ് മോങ്സ് ആൻഡ് നൺസ്. ബുദ്ധമത അല്ലെങ്കിൽ ബുദ്ധഭിക്ഷുക്കൾ പാലിക്കേണ്ട അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുത്തിരിക്കുന്ന ഗ്രന്ഥമാണ് വിനയപീഠക. അഭിധമ്മ പീഠക എന്ന് പറഞ്ഞാൽ കമന്ററീസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ഓഫ് ബുദ്ധിസ്റ്റ് ഡോക്ട്രിൻസ്. ബുദ്ധൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ പഠനങ്ങൾ, അദ്ദേഹത്തിന്റെ ടീച്ചിങ്സിന്റെ മുകളിലുള്ള കമന്ററീസ്, മറ്റ് ബുദ്ധഭിക്ഷുക്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ കമന്ററികളാണ് എന്തിൽ വരുന്നത്, അഭിധമ്മ പീഠകയിൽ വരുന്നത്. അപ്പോൾ സുട്ടപീഠക എന്ന് പറഞ്ഞാൽ ശുദ്ധമായത്, ബുദ്ധന്റെ നേരിട്ടുള്ള ടീച്ചിങ്സ്, അതിന്റെ കമ്പൈലേഷൻസ്. ആൻഡ് വിനയപീഠക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധഭിക്ഷുക്കൾ പാലിക്കേണ്ട നിയമാവലികൾ. അഭിധമ്മ പീഠക എന്ന് പറഞ്ഞാൽ ബുദ്ധന്റെ ടീച്ചിങ്സിന്റെ മുകളിൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള ബുദ്ധഭിക്ഷുക്കളുടെ എന്താണ് കമന്ററീസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ക്ഷണഭംഗവാദ, അതുപോലെ തന്നെ അനാത്മവാദ തുടങ്ങിയ സങ്കല്പങ്ങളെല്ലാം ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി ദ സെൻട്രൽ തീം ഓഫ് ബുദ്ധാസ് ടീച്ചിങ് ഈസ് ഇൻഹെറന്റ് ഇൻ ദ 4 നോബിൾ ട്രൂത്ത്, അഥവാ ചത്വാരി ആര്യ സത്യാനി, 4 ആര്യ സത്യങ്ങൾ എന്ന പേരിൽ സംസ്കൃതത്തിൽ അറിയപ്പെടുന്നവയാണ് ബുദ്ധന്റെ ടീച്ചിങ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദുഃഖം, ജീവിതം പൂർണ്ണമാണ് അല്ലെ, ജീവിതത്തിൽ ദുഃഖം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ട്. ദുഃഖ സമുപാദ, ദുഃഖത്തിന് കാരണം എന്താണ്, ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങളെ നിരോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദുഃഖം ഇല്ലാതാവാം. ഇനി ദുഃഖത്തെ മാറ്റാം, അതിന് മാർഗമുണ്ട്. എന്താണത്, അഷ്ടാംഗ മാർഗ. അത് ഏതൊക്കെയാണ്, റൈറ്റ് വ്യൂ, റൈറ്റ് ആസ്പിറേഷൻ, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലൈവ്ലിഹുഡ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് മൈൻഡ്ഫുൾനെസ് ആൻഡ് റൈറ്റ് കോൺസെൻട്രേഷൻ. അഷ്ടാംഗമാർഗം ചുമ്മാ ഒന്ന് ഓർത്തിരിക്കുക, ഈ പേരുകൾ ഓർത്തിരിക്കുക. ചത്വാരി ആര്യ സത്യാനി എന്നൊക്കെ പറയുമ്പോൾ എന്തോന്നാണ് ഇത് എന്നുള്ളൊരു തോന്നൽ വരരുത്. ചത്വരി 4 എന്നർത്ഥത്തിൽ ആര്യ സത്യങ്ങൾ, ആര്യ സത്യാനി എന്ന് പറഞ്ഞാൽ 4 ആര്യ സത്യങ്ങൾ, 4 നോബിൾ ട്രൂത്ത് എന്നേ അർത്ഥമുള്ളൂ. ഓക്കെ, ഇനി ജൈനിസത്തിലെ ദിഗംബര ഉത്തരപുരാണ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ദിഗംബര ഉത്തരപുരാണ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അപ്പൊ ജൈനിസത്തെ ഇന്ന് കാണുന്ന രീതിയിൽ മാറ്റിമറിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്, മഹാവീര, വർദ്ധമാന മഹാവീര. നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പറ്റിയിട്ട് പരാമർശിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ദിഗംബര ഉത്തരപുരാണ. അപ്പൊ ആ ഗ്രന്ഥം പ്രകാരം മഹാവീര എവിടെ ജനിച്ചു എന്നാണ് പറയുന്നത്, കുന്തഗ്രാമ അല്ലെങ്കിൽ കുന്തള ഗ്രാമത്തിൽ ജനിച്ചു. ഏത് നാട്ടിൽ, വൈദേഹികളുടെ നാട്ടിൽ ജനിച്ചു. ഏത് വർഷം, 540 BC മരണപ്പെട്ടത് 443 BC എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് കിങ് സിദ്ധാർത്ഥ എന്നും അദ്ദേഹം ഇക്ഷ്വാകു രാജവംശത്തിലെ ഒരു ക്ഷത്രിയനായിരുന്നു. അമ്മയുടെ പേര് ക്യൂൻ ത്രിശല എന്നും അവർ ലിച്ചാവി റിപ്പബ്ലിക്കിലെ അംഗമായിരുന്നു എന്നും ഓർത്തിരിക്കുക. അപ്പൊ അച്ഛൻ ഇക്ഷ്വാകു രാജവംശത്തിലുള്ളതാണ്. ഇക്ഷ്വാകു രാജവംശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, രാമന്റെ രാജവംശമാണ്. ജൈനിസത്തിലെ ഏറ്റവും ആദ്യത്തെ തീർത്ഥങ്കരനായിട്ടുള്ള പാർശ്വനാഥൻ ഋഷഭദേവൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള എന്താണ്, രാജവംശമാണ്. അപ്പൊ ഇക്ഷ്വാകു രാജവംശം ഫൗണ്ട് ചെയ്തതാരാണ്, ഏറ്റവും ഒന്നാമത്തെ തീർത്ഥങ്കരനായിട്ടുള്ള ഋഷഭനാഥനാണ്. ഇനി ശ്വേതംബര ട്രഡീഷൻ എന്ന് പറയുന്ന ഒരു ട്രഡീഷൻ ഉണ്ട്. ബിലീവ്സ് ദാറ്റ് ഹി വാസ് മാരിഡ് ടു യശോദ അറ്റ് എ യങ് ഏജ് ആൻഡ് ഹാഡ് 1 ഡോട്ടർ പ്രിയദർശന. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയാവുന്നതാണ്, ജൈനിസത്തിൽ 2 സെക്റ്റുകളാണുള്ളത്. ഏതൊക്കെയാണ്, ദിഗംബരന്മാർ, രണ്ടാമത്തേതാണ് ശ്വേതംബരന്മാർ. പേര് സൂചിപ്പിക്കുന്ന പോലെ ശ്വേതം എന്ന് പറഞ്ഞാൽ വെളുപ്പ്, ശ്വേതംബരന്മാർ എന്ന് പറഞ്ഞാൽ വെള്ള വസ്ത്രധാരികൾ, വൈറ്റ് ക്ലാഡ്സ് എന്നുള്ള പേരിലെല്ലാം അറിയപ്പെടുന്നു. എന്താണ്, വൈറ്റ് ക്ലാഡ് എന്നുള്ള പേരിലും അറിയപ്പെടുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ വിശ്വാസപ്രകാരം നമ്മുടെ മഹാവീര യശോദ എന്ന് പറയുന്ന യുവതിയെ വിവാഹം കഴിച്ചുവെന്നും നല്ല യങ് ഏജിൽ അവർക്കൊരു മകളുണ്ട്, അവരുടെ പേരാണ് പ്രിയദർശന എന്നുമാണ് പറയുന്നത്.
മഹാവീര 30-ാമത്തെ വയസ്സിൽ വീട് വിട്ടു പോയി 42-ാമത്തെ വയസ്സിൽ കേവലജ്ഞാനം സാൽ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് ലഭിച്ചു. അപ്പൊ സാൽമരം, പൈപ്പൽ മരം, വീണ്ടും സാൽമരം. ആദ്യത്തെ സാൽമരം ബുദ്ധൻ ജനിച്ചത് സാൽമരത്തിന്റെ ചുവട്ടിൽ, അമ്മയുടെ പേര് ക്യൂൻ മായാദേവി. രണ്ടാമത്തെ സാൽമരം മഹാവീരയ്ക്ക് കേവലജ്ഞാനം ലഭിച്ചത് സാൽമരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. പൈപ്പൽ മരം വരുന്ന എവിടെയാണ്? ബുദ്ധന്റെ ബോധോദയം ലഭിച്ചത്. ഓക്കെ. മഹാവീരയ്ക്ക് മുന്നേ 23 ടീച്ചർമാരുകൾ എവിടെ ഉണ്ടായിരുന്നു? ജൈനിസത്തിലുണ്ടായിരുന്നു. ഒന്നാമത്തെ ആള് പാർശ്വനാഥ, തൊട്ട് മുന്നേ ഉള്ള ആള് പാർശ്വനാഥ, മഹാവീര ആണ് അതിനുശേഷം വന്ന ആള്. ഇവർ രണ്ടുപേരും ചരിത്ര പുരുഷന്മാരാണ്. ത്രിരത്നം എന്ന് പറയുന്ന സങ്കല്പം ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പഞ്ചമഹാവ്രതം എന്ന് പറയുന്ന സങ്കല്പം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പാർശ്വനാഥ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന പാർശ്വനാഥ എന്ന് പറയുന്ന നമ്മുടെ തീർത്ഥങ്കരൻ എന്ത് ചെയ്തു? വ്രതങ്ങൾ 4 എണ്ണമേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. മഹാവീര അതെന്താക്കി 5 എണ്ണമാക്കി. 5ാമത്തെ വ്രതമായിട്ട് അദ്ദേഹം എന്തിനെ കൂട്ടിച്ചേർത്തു? ബ്രഹ്മചര്യത്തെ കൂട്ടിച്ചേർത്തു. അതാണ് പഞ്ചമഹാവ്രതങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഒരു ജൈന ഭിക്ഷു, ഒരു ജൈനമത വിശ്വാസി പാലിക്കേണ്ട 5 വ്രതങ്ങൾ. അനേകാനന്ദവാദ എന്ന് പറയുന്ന, സത്യം പലത് എന്ന അർത്ഥത്തിൽ അനേകാനന്ദവാദ എന്ന് പറയുന്ന വാദം ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്യാദവാദ എന്നും ഇതിനറിയപ്പെടുന്നുണ്ട്. ശ്വേതംബരന്മാർ അതിന്റെ നേതാവാണ് സ്ഥൂലഭദ്രൻ. ദിഗംബരന്മാർ അതിന്റെ നേതാവാണ് ഭദ്രബാഹു. 2 പ്രധാനപ്പെട്ട ജൈനമത സമ്മേളനങ്ങൾ നടന്നത്. ഒന്നാമത്തെ പാതലിപുത്രയിൽ. അവിടെ വെച്ച് ജൈനമത ഗ്രന്ഥങ്ങൾ 11 കമ്പൈലേഷൻസ്, 11 ബുക്കുകളായിട്ട് തരംതിരിച്ചു. അതാണ് 11 അങ്കാസ് അല്ലെങ്കിൽ ആഗമാസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ജൈനമത സമ്മേളനം നടക്കുന്നത് ഗുജറാത്തിലെ വല്ലഭിയിൽ വെച്ച്. അവിടെ വെച്ച് 12ാമത്തെ ബുക്ക് കൂടെ കമ്പയർ ചെയ്ത് ഇപ്പം നിലവിൽ 12 ബുക്കുകളാണ് ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. അപ്പോൾ ബുദ്ധിസവും ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ട് പോകുന്നു. The most important event of Ashoka's reign was the conquest of Kalinga, the modern era dash, which proved to be an important change in his life. ചുരുക്കി പറഞ്ഞാൽ കലിംഗ എവിടെയാണുള്ളത്? ഒഡീഷയിലാണുള്ളത്. ചോദ്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. അശോക രാജാവിന്റെ ജീവിതത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നത് എവിടെ വെച്ചാണ്? കലിംഗയെ പിടിച്ചെടുത്തപ്പോഴാണ്. ഈ കലിംഗ എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിൽ ഏത് സംസ്ഥാനം അല്ലെങ്കിൽ ഏത് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതാണ്. ഏതാണ്? ഒഡീഷ. ക്ലിയർ അല്ലേ? അടുത്തത്, അശോക അഡോപ്റ്റഡ് ബുദ്ധിസ്റ്റ് ടീച്ചിങ് ആഫ്റ്റർ ദ വാർ ഓഫ്. ഏത് യുദ്ധത്തിന് ശേഷമാണ് അശോകൻ ബുദ്ധമതം സ്വീകരിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് യുദ്ധത്തിന് ശേഷമാണ്? കലിംഗ യുദ്ധത്തിന് ശേഷമാണ്. ഇനി കലിംഗ യുദ്ധം നടന്ന വർഷം 261 BC ആണ്. ഞാനിത് ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് എക്സാക്ട്ലി അങ്ങനെ പറയാനൊന്നും പറ്റില്ല. കാരണം എന്താണ്? NCERT പ്രകാരം 268 BCയിലോ അല്ലെങ്കിൽ 272 BCയിലോ ഈ പറയുന്ന 272 മുതൽ 268 വരെയുള്ള ഈ ഒരു 4 വർഷത്തെ റേഞ്ചിനകത്താണ് അശോകൻ അധികാരത്തിലേക്ക് കയറി എന്നാണ് പറയപ്പെടുന്നത്. അശോകൻ 268ലോ 272ന്റെ ഇടയിലുള്ള ഒരു കാലഘട്ടത്തിൽ കയറി എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ തന്നെ ഒരു പ്രശ്നമുണ്ട് അല്ലെ, ഒരു റേഞ്ച് കിടപ്പുണ്ട്. അശോകൻ അധികാരത്തിൽ കയറി 8ാമത്തെ വർഷമാണ് എന്ത് നടക്കുന്നത്? കലിംഗ യുദ്ധം നടക്കുന്നത്. അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അശോകന്റെ ശാസനങ്ങളിൽ നിന്നും വ്യക്തമാണ്. അപ്പൊ 8ാമത്തെ വർഷം നടക്കുമ്പോൾ അത് 261 ആവാം, 62 ആവാം, 60 ആവാം, 64 ആവാം. ഇതിൽ 4 ഓപ്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. എക്സാക്ട്ലി ഹിസ്റ്റോറിയൻസിന് അറിയില്ല. എന്നിരുന്നാലും ഇപ്പം RRBയുടെ ആൻസർ കീ പ്രകാരം 261 BC എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ. ഇനി കൗടില്യന്റെ അർത്ഥശാസ്ത്രം നമുക്ക് എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തരുന്നത്? ആരെ പറ്റിയിട്ട്? ഏത് രാജവംശത്തെ പറ്റിയിട്ടാണ്? മൗര്യ രാജവംശത്തെ പറ്റിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇനി Emperor Ashoka sent apostles to remote places to propagate the ideals of Buddhism so that people could inspire their lives through the teachings of Lord Buddha. Their evangelists also include his son and daughter. അപ്പോൾ അശോകൻ തൻ്റെ മക്കളെ ബുദ്ധമതം സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടി നാട്ടിലേക്ക് അയച്ചിരുന്നു. അപ്പോൾ ആ മകന്റെയും മകളുടെയും പേരാണ് വെച്ചിരിക്കുന്നത്. ആരാണ്? മഹേന്ദ്രനും സംഘമിത്രയും. ഇനി ഡാഷ് ഡെവലപ്ഡ് ധർമ്മ വിജയ, ദ പോളിസി ഓഫ് വിക്ടറി ബൈ റൈറ്റ്യസ്നെസ്. അപ്പോൾ ധർമ്മം എന്ന് പറയുന്ന അശോകന്റെ ധർമ്മശാസനങ്ങൾ അല്ലെ വളരെ ഫേമസ് ആണ്. അപ്പോൾ ഏത് രാജാവാണ്? അശോക ചക്രവർത്തിയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഇനി ചന്ദ്രഗുപ്തന്റെ മകൻ മൗര്യ സാമ്രാജ്യത്തിലെ 2ാമത്തെ റൂളർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ബിന്ദുസാരനാണ്. അപ്പോൾ ചന്ദ്രഗുപ്തന്റെ മകൻ, അശോകന്റെ അച്ഛൻ, ഇത് രണ്ടും ആരാണ്? ബിന്ദുസാരനാണ്. എംപറർ അശോക വാസ് എ സൺ ഓഫ് ഡാഷ് ഹു ബിലോങ് ടു ദ മൗര്യ ഡൈനാസ്റ്റി. നേരത്തെ പറഞ്ഞാണ് ആരാണ്? ബിന്ദുസാരൻ. ഇനി Emperor Ashoka engraved the order on stone pillars and stone planks dash and established them at the
പ്ലേസസ് ഓഫ് ഹിസ് കിങ്ഡം സോ ദാറ്റ് ദ പീപ്പിൾ കുഡ് ആക്ട് അക്കോർഡിംഗ്ലി. അശോകന്റെ മേജർ പില്ലർ എഡിക്റ്റുകൾ, ധർമ്മശാസ്ത്രങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 14 എണ്ണം ഉണ്ട്. ഞാൻ ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സംശയമുള്ള കുട്ടികൾക്ക് റിവിഷൻ സീരീസിന്റെ ക്ലാസ്സുകൾ കാണാം, ആ മെറ്റീരിയൽസ് എടുത്ത് നോക്കാം. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. റിവിഷൻ സീരീസിനകത്ത് തന്നെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കണ്ടുള്ള കുട്ടികൾക്ക് അറിയാവുന്നതാണ്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ ഭാഗം ക്ലാസ്സിനകത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഡാഷ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് മൗര്യൻ എംപയർ. മൗര്യൻ എംപയറിന്റെ ക്യാപിറ്റൽ ഏതാണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏതാണ്? പാതലിപുത്ര. ഇനി പാതലിപുത്രയാണ് മൗര്യൻ എംപയറിന്റെ ക്യാപിറ്റലായിട്ട് വരുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഈ പറയുന്ന മൗര്യൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ലിറ്റററി സോഴ്സുകൾ. മൗര്യ സാമ്രാജ്യത്തെപ്പറ്റി നമുക്ക് അറിവ് പകർന്നു തരുന്ന ലിറ്റററി സോഴ്സുകളാണ് കൗഡില്യന്റെ അർത്ഥശാസ്ത്രം. ഈ ബുക്കുകളെല്ലാം പഠിച്ചു വെക്കണം. ഇതെല്ലാം പിന്നീട് ചോദിച്ചിട്ടുണ്ട്. ആർട്ട് ആൻഡ് കൾച്ചർ അല്ലെങ്കിൽ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ചോദ്യം വരും. അപ്പോൾ ചോദിക്കും, അർത്ഥശാസ്ത്രം എഴുതിയ വ്യക്തിയുടെ പേരെന്താണ്? കൗഡില്യൻ. കൗഡില്യൻ എന്ന് മാത്രമാണോ അദ്ദേഹത്തിന് വിളിക്കുന്നത്? അല്ല. വേറെന്തൊക്കെ പേരുകളാണ് അറിയപ്പെടുന്നത്? ചാണക്യൻ. വേറെന്താ പേരുള്ളത്? വിഷ്ണുഗുപ്തൻ. ഇതെല്ലാം ഒരാളാണ്. ഭദ്രബാഹു. ഭദ്രബാഹുവിനെ നിങ്ങൾക്കറിയാം, തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ള ഭദ്രബാഹു ആരാണ്? ഭദ്രബാഹു എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ജൈനമത വിശ്വാസി അല്ലെ? ജൈനമതത്തിലെ ദിഗംബര സെക്ടിന്റെ ലീഡറാണ് ഭദ്രബാഹു എന്ന് പറയുന്നത്. അപ്പുറത്തെ ശ്വേതംബരന്മാരുടെ ലീഡർ ആരാണ്? സ്ഥൂലഭദ്രൻ. ഭദ്രബാഹു എന്ന് പറയുന്ന പുള്ളിക്കാരൻ എഴുതിയ കൃതിയാണ് ഭദ്രബാഹു സംഹിത, അതുപോലെ തന്നെ വസുദേവ ചരിത, അതുപോലെ തന്നെ കൽപ്പസൂത്ര. കൽപ്പസൂത്ര പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കാരണം? കൽപ്പസൂത്രയിൽ 24 തീർത്ഥങ്കരന്മാരുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്. 24 തീർത്ഥങ്കരന്മാരെ പറ്റി എഴുതിയിട്ടുള്ള കൃതിയാണ് കൽപ്പസൂത്ര. അപ്പോൾ അത് ഓർത്തിരിക്കുക. മെഗസ്തനിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഗ്രീക്കുകാരനാണ്. അപ്പോൾ അതും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. മെഗസ്തനിസ് ഏത് നാട്ടുകാരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് നാട്ടുകാരാണ്? ഗ്രീക്കുകാരനാണ്. അദ്ദേഹത്തിന്റെ ഇന്ത്യക എന്ന് പറയുന്ന പുസ്തകം, ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് മെഗസ്തനിസ് കടന്നു ചെല്ലുന്നു. കൊട്ടാരത്തിന്റെ മഹാത്മ്യത്തെ പറ്റി, അവിടുത്തെ ജീവിത രീതികളെ പറ്റിയിട്ട്, രാജാവിനെ പറ്റിയിട്ടെല്ലാം മെഗസ്തനിസ് തന്റെ പുസ്തകത്തിനകത്ത് എഴുതുന്നു. വിശാഖദത്തന്റെ മുദ്രരാക്ഷസ. വിശാഖദത്തൻ എന്ന് പറയുന്ന കൃതിയുടെ മുദ്രരാക്ഷസ എന്ന് പറയുന്ന, വിശാഖദത്തൻ എന്ന് പറയുന്ന കവിയുടെ മുദ്രരാക്ഷസ എന്ന് പറയുന്ന കൃതി. ഇനി ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ ആയിട്ടുള്ള ദീപവംശം, മഹാവംശം, മിലിന്ദ് പാൻഹോ. മിലിന്ദ് പാൻഹോ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ എന്താണ്? ക്വസ്റ്റ്യൻസ് ഓഫ് മിയാൻഡർ. മിയാൻഡർ അല്ലെങ്കിൽ മെനാൻഡർ എന്ന് പറയുന്ന പിൽക്കാല രാജാവിന്റെ, ഇൻഡോ ഗ്രീക്ക് രാജാവും അതുപോലെ തന്നെ വിഷ്ണുഗുപ്തൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബുദ്ധഭിക്ഷുവും തമ്മിലുള്ള സംഭാഷണ ശകലങ്ങളാണ് മിലിന്ദ് പാൻഹ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം. അതർ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? പുരാണങ്ങളുണ്ട്. പതഞ്ജലിയുടെ മഹാഭഷ്യ എന്ന് പറയുന്ന കൃതിയുണ്ട്. കൽഹാനയുടെ രാജതരംഗിണിയുണ്ട്. ഹേമചന്ദ്രയുടെ പരിശിഷ്ട പർവൻ എന്ന് പറയുന്ന കൃതികളെല്ലാം ഉണ്ട്. അപ്പം ഇതെല്ലാം തന്നെ നമുക്ക് മൗര്യ സാമ്രാജ്യത്തെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള അറിവ് പകർന്നു തരുന്നു. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. സ്കോർ പോയിന്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. റിവിഷൻ സീരീസിന്റെ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ക്ലാസ്സിൽ കുട്ടികളെടുത്ത് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഡിനോസിയസ് എന്ന് പറയുന്ന പുള്ളി ടോളമിയെ അയക്കുന്നു. എങ്ങോട്ട്? ഈജിപ്തിലേക്ക്. ആരുടെ സമയത്താണ്? ചന്ദ്രഗുപ്ത മൗര്യന്റെ സമയത്ത്. ഡൈമക്കസ് ആരയക്കുന്നു? അന്ത്യോക്കസിനെ അയക്കുന്നു. അദ്ദേഹം ബിന്ദുസാരയുടെ കൊട്ടാരത്തിൽ അംഗമായിട്ട് മാറുന്നു. ബിന്ദുസാരെ എന്തെന്ന് വിളിക്കുന്നു? അമിത്രഗാഥ എന്ന് വിളിക്കുന്നു. സോ അമിത്രഗാഥ എന്ന പേരിൽ അറിയപ്പെടുന്ന മൗര്യ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ബിന്ദുസാരയാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? സെൻട്രോകോട്ടസ്. അപ്പോൾ മെഗസ്തനിസിന്റെ ഇന്ത്യക എന്ന് പറയുന്ന കൃതിയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള പിൽക്കാല ഗ്രീക്ക് കൃതികളിൽ സാൻട്രോകോട്ടസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. ചാണക്യന്റെ സഹായത്തോടുകൂടെ ധനനന്ദിയെ തോൽപ്പിച്ചുകൊണ്ട് നന്ദരാജവംശത്തെ അവസാനിപ്പിക്കുകയും മൗര്യ രാജവംശം എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്ത ചന്ദ്രഗുപ്ത മൗര്യൻ ഗ്രീക്ക് കൃതികളിൽ അറിയപ്പെട്ടിരുന്നത് സാൻട്രോകോട്ടസ് എന്നാണ്. അമിത്രഗാഥ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനും അശോക ചക്രവർത്തിയുടെ അച്ഛനെയും വിളിച്ചിരുന്ന പേരാണ് അമിത്രഗാഥ. അമിത്രഗാഥയുടെ കൊട്ടാരത്തിലേക്ക് അന്ത്യോക്കസ് എന്ന് പറയുന്ന ആളെ അയച്ചത് ഡൈമക്കസ് എന്ന് പറയുന്ന ഗ്രീക്ക് രാജാവാണ് എന്നുള്ള കാര്യം കൊണ്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഡൈമക്കസ് ബിന്ദുസാരയുടെ സമയത്താണ്, ഡൈനോയിസ് അശോകന്റെ സമയത്താണ്, മെഗസ്തനിസ് ആരുടെ സമയത്താണ്? ചന്ദ്രഗുപ്ത മൗര്യന്റെ സമയത്താണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, മൂവിങ് ഓൺ. ചന്ദ്രഗുപ്ത മൗര്യൻ 320-298 സമയത്താണ് വരുന്നത്. മൗര്യ സാമ്രാജ്യത്തെ ഫൗണ്ട് ചെയ്തു കൗഡില്യൻ. ആ സമയത്താണ് ധനനന്ദ തോൽപ്പിക്കുന്നു. ധനനന്ദ അറിയപ്പെട്ടിരുന്ന അഗ്രമസ്. അപ്പൊ അഗ്രമസ് എന്ന പേരിൽ ഗ്രീക്ക് ലിറ്ററേച്ചറിൽ കാണുന്നത് ആരെ പറ്റിയിട്ടാണ് ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ആരെ പറ്റിയിട്ടാണ്? ധനനന്ദയെ പറ്റിയിട്ടാണ്. ചന്ദ്രഗുപ്ത മൗര്യനും സെലസസ് നിക്കേറ്ററും കൂടെ എന്ത് ചെയ്യുന്നു? അവർ തമ്മിലുള്ള ബോണ്ടിങ്ങിനെ പറ്റിയിട്ട് പറയുന്നതാണ് മെഗസ്തനിസ്. കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വ്യക്തമായിട്ട് പറഞ്ഞതാണ്. മാട്രിമോണിയൽ അലയൻസിനെ പറ്റിയിട്ട് അല്ലെ?
സെലസസ് നിക്കേറ്റർ എന്ന് പറയുന്നത് ആരാണ്? സെലസസ് നിക്കേറ്റർ എന്ന് പറയുന്നത് അലക്സാണ്ടറിന്റെ കീഴിൽ ഗവർണറായിട്ടിരുന്നിരുന്ന വ്യക്തിയാണ്. അലക്സാണ്ടറിന്റെ മരണശേഷം അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറുന്നു. നമ്മുടെ ധനനന്ദയുടെ മരണശേഷം ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന സമയത്ത് ഇന്ത്യയെ കീഴ്പ്പെടുത്തുക എന്ന അലക്സാണ്ടറിന്റെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ആര് വരുന്നു? നിക്കേറ്റർ വരുന്നു. നിക്കേറ്റർ ആര് തോൽപ്പിക്കുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ തോൽപ്പിക്കുന്നു. എന്നാൽ രാജ്യം വിട്ടുപിടിക്കാതെ തന്റെ മകളെ മാട്രിമോണിയൽ അലയൻസിലൂടെ ചന്ദ്രഗുപ്ത മൗര്യന് കൊടുക്കുകയും അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ പോലെ ഒരു സന്ധിയിൽ എത്തിപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് മെഗസ്തനിസ് എന്ന് പറയുന്ന തന്റെ കൊട്ടാരത്തിലെ ഗ്രീക്ക് അംബാസഡറെ ആരെ അടുത്തേക്ക് അയക്കുന്നു? നമ്മുടെ ചന്ദ്രഗുപ്തന്റെ കൊട്ടാരത്തിലേക്ക് അയക്കുന്നു. ശ്രാവണബെലഗോള എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മരണമടയുന്നത്. സല്ലേഖന എന്ന് പറയുന്ന ജൈനമത വിശ്വാസത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പട്ടിണി കിടന്നിട്ടാണ് ആര് മരിക്കുന്നത്? ചന്ദ്രഗുപ്ത മൗര്യൻ മരിക്കുന്നത്. ഓക്കെ. ബിന്ദുസാര, അമിത്രോ ചാറ്റസ് അല്ലെങ്കിൽ അമിത്രഗാഥ എന്ന പേരിൽ ഗ്രീക്ക് ഗ്രന്ഥങ്ങളിൽ അറിയപ്പെടുന്നു. ഡൈമച്ചസ് എന്ത് ചെയ്യുന്നു? അന്ത്യോക്കസ് ഒന്നാമനെ ബിന്ദുസാരയുടെ കൊട്ടാരത്തിലേക്ക് അയക്കുന്നു. അശോകൻ, ഞാൻ ഇതാണ് നേരത്തെ പറഞ്ഞ ടൈം പീരീഡ് എന്ന് പറയുന്നത്. കലിംഗ യുദ്ധം 8ാമത്തെ വർഷമാണ് നടക്കുന്നത്. 3ാമത്തെ ബുദ്ധമത സമ്മേളനം നടക്കുന്ന ഈ സമയത്താണ്. മുഗാളിപുട്ട ടിസ ആണ് നേതൃത്വം കൊടുത്തത്. പാതാളിപുത്രയിൽ വെച്ചിട്ടാണ് സമ്മേളനം നടന്നത്. മുഗാളിപുട്ട ടിസ അശോകന്റെ സഹോദരനാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. മകന്റെ പേര് മഹേന്ദ്രൻ, ഡോട്ടറുടെ പേര് സംഘമിത്ര. ഇവർ രണ്ടുപേരെയും എങ്ങോട്ട് അയക്കുന്നു? ശ്രീലങ്കയിലേക്ക് അയക്കുന്നു. ഇദ്ദേഹത്തിനെ സക്സീഡ് ചെയ്യുന്നത് ദശരഥനാണ്. ആൻഡ് ബൃഹദ്രഥ എന്ന് പറയുന്ന റൂളറാണ് ഏറ്റവും അവസാനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 9th ആൻഡ് ദ ലാസ്റ്റ് എംപറർ ഓഫ് ദ മൗര്യൻ ഡൈനാസ്റ്റി. അദ്ദേഹം 187 മുതൽ 185 BC വരെ എന്ത് ചെയ്യുന്നു? ഭരിച്ചു. അദ്ദേഹത്തിന്റെ ജനറൽ അസാസിനേറ്റ് ചെയ്യുകയും, ജനറലിന്റെ പേര് പുഷ്യമിത്ര ശുംഗ എന്നാണ്. ശുംഗ എന്ത് ചെയ്യുന്നു? ശുംഗ രാജവംശം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ശുംഗ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്ചേഴ്സ് ഞാൻ വ്യക്തമായിട്ട് ഇത് റിവിഷൻ സീരീസിന്റെ ക്ലാസ് നിങ്ങൾക്ക് കണ്ടു നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഇതിൽ സുദർശന ലേക്കിന്റെ കാര്യം ഓർത്തിരിക്കുക. അവിടെ ആരൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്? ബിൽറ്റ് ബൈ പുഷ്യഗുപ്ത. പുഷ്യഗുപ്ത ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യന്റെ ഒരു ഗവർണറാണ്. ശേഷം രുദ്രമ്മനും അതുപോലെ തന്നെ സ്കന്ദഗുപ്തയും അശോകനുമെല്ലാം സുദർശന ലേക്ക് എന്ന് പറയുന്ന ഏൻഷ്യന്റ് ആർട്ടിഫിഷ്യൽ വാട്ടർ കൺസർവേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ പില്ലറുകൾ, വ്യക്തമായിട്ട് പില്ലറുകളും അതിന്റെ ക്യാപിറ്റലും അതിന്റെ സ്ഥലവും ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ. പിന്നെ സ്തൂപങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്തൂപങ്ങൾ, അതിന്റെ സ്ഥലങ്ങൾ ഇതെല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പഠിച്ചു പോവുക, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇനി ദ മോസ്റ്റ് ഫേമസ് ഓഫ് കുഷൻ കിങ്സ് വാസ് ഡാഷ് ഹു വാസ് ദ തേർഡ് റൂളർ ഇൻ ദ കുഷന ഡൈനാസ്റ്റി. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുഷൻ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കനിഷ്കനാണ്. അറിയാവുന്ന ചോദ്യമാണല്ലോ. ഓക്കെ. In the beginning of dash century BC, the Kushanas established their authority over the northwest border of India. 1ാം നൂറ്റാണ്ട് BC അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി the Hathikumbha inscription from Udayagiri in Odisha was written by the king of Kalinga. ഏത് രാജാവാണ്? കരവേല അല്ലേ? കരവേലയാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലെ പോസ്റ്റ് മൗര്യൻ പീരീഡിലെ പ്രധാനപ്പെട്ട രാജവംശങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. കോഡ് വെച്ചിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. പെട്ടെന്ന് നമുക്കിതൊന്ന് റിവൈസ് ചെയ്തെടുക്കാം. പ്രധാനമായിട്ടും പോസ്റ്റ് മൗര്യൻ പീരീഡിലെ രാജവംശങ്ങൾ: ഫോറിൻ ഇൻവേഷൻസ്, ഇൻഡോ ഗ്രീക്കുകൾ അല്ലെങ്കിൽ ബാക്ട്രിയൻസ്, ഇൻഡോ സ്കൈത്യൻസ് അല്ലെങ്കിൽ ശാഗാസ്, പാർത്തിയൻസ്, കുഷനാസ്. ഇപ്പോൾ ഇതിലെ കുഷൻസിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈസ്റ്റേൺ കിങ്ഡംസിൽ വരുന്നതാണ് ശുംഗ. ശുംഗ നിങ്ങൾക്കറിയാം, ബൃഹദ്രഥ എന്ന് പറയുന്ന മൗര്യ രാജാവിനെ വധിച്ചുകൊണ്ട് പുഷ്യമിത്ര ശുംഗ രാജവംശം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ശുംഗ രാജവംശത്തിലെ ഏറ്റവും അവസാനത്തെ റൂളറെ വധിച്ചുകൊണ്ട് കാൻവാസ് എന്ത് ചെയ്യുന്നു? കാൻവ രാജവംശം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം മഹാമേഘവാഹന, നമ്മൾ നേരത്തെ കണ്ട ഹത്തികുംഭ ഇൻസ്ക്രിപ്ഷൻ ഒക്കെ എഴുതിയിട്ടുള്ള കരവേല രാജാവ് മഹാമേഘവാഹന ഡൈനാസ്റ്റിയിൽ വരുന്നതാണ്. ഇതിന് പുറമെ ഡെക്കാൻ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടായിരുന്ന രാജവംശങ്ങളാണ് ശതവാഹനന്മാർ, മഹാമേഘവാഹനന്മാർ, ഇക്ഷവാകൂസ്, വക്കഡാക്ക തുടങ്ങിയ ആളുകളെല്ലാം തന്നെ. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കോർ പോയിന്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണത്? നോൺ മൊണാർക്കീസ് അല്ലെങ്കിൽ ഗണസംഘങ്ങൾ. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിൽ എല്ലാം തന്നെ എന്താണ്? രാജവംശങ്ങളായിരുന്നു. എന്നാൽ ഗണസംഘങ്ങൾ എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ കാലഘട്ടത്തിൽ കുറച്ച് ടീമുകളും ഭരിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന, റോം ഒരു റിപ്പബ്ലിക് ആയിരുന്ന പോലെ തന്നെ ആരൊക്കെയാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇത് NCERT കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ആയതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നോട്ട് ചെയ്ത് പോവുക, അഥവാ അതിന്റെ സ്ഥലവും. ഓക്കെ. ഇനി ശുംഗ രാജവംശം. ശുംഗ രാജവംശത്തെ പറ്റി പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ ആരാണ്? പുഷ്യമിത്ര ശുംഗ. നമ്മൾ നേരത്തെ കണ്ടതാണ്. ആരെയാണ് തോൽപ്പിച്ചത്? ബൃഹദ്രഥ മൗര്യനെ തോൽപ്പിച്ചു. പുഷ്യമിത്ര ശുംഗയും യജ്ഞസേന എന്ന് പറയുന്ന രാജാവും തമ്മിൽ എന്തുണ്ടായിരുന്നു? കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കിങ് ഓഫ് വിദർഭ ആയിരുന്നു. ദ ഈസ്റ്റേൺ മഹാരാഷ്ട്ര ഏരിയ ആൻഡ് ദ വിക്ടറി ഓഫ് ശുംഗാസ് എവിടെ കൊടുത്തിരിക്കുന്നു? മാളവിക അഗ്നിമിത്രം എന്ന് പറയുന്ന കാളിദാസ കൃതിയിൽ കൊടുത്തിരിക്കുന്നു.
ഇനി കാളിദാസ കൃതിയിൽ ആയിട്ടുള്ള മാളവിക അഗ്നിമിത്രത്തിലെ അഗ്നിമിത്രൻ ആരാണ്? പുഷ്യമിത്ര ശുങ്കന്റെ മകനാണെന്നും കൊച്ചുമകനാണെന്നും പറയപ്പെടുന്നുണ്ട്. വസുമിത്ര മെൻഷൻഡ് ഇൻ ഹർഷചരിത. ഹർഷചരിത ആരാണ്? ഹർഷചരിത ബാണഭട്ട എഴുതിയ കൃതിയാണ്, ഹർഷവർദ്ധനയുടെ കൃതിയാണ് അല്ലെ. ഹർഷവർദ്ധനയുടെ ചരിത്രത്തെ പറ്റിയിട്ട് ബാണഭട്ട എന്ന് പറയുന്ന ഹർഷവർദ്ധനയുടെ കൊട്ടാരം ആസ്ഥാന കവി എഴുതിയിട്ടുള്ള കൃതിയാണ് ഹർഷചരിത. അതിനകത്ത് ആരെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്? വസുമിത്ര എന്ന് പറയുന്ന ശുംഗരാജാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഭാവഭദ്ര അല്ലെങ്കിൽ ഭദ്രക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ സമയത്താണ് എന്ത് വരുന്നത്? ഹീലിയോഡോറസ് പില്ലർ അല്ലെങ്കിൽ ഗരുഡ പില്ലർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എവിടെ? വിദീഷയിൽ. ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? അന്ത്യാൽകിഡസ് എന്ന് പറയുന്ന രാജാവിന്റെ തീരുമാനം പ്രകാരമാണ് അത് അവിടെ വരുന്നത്. ദേവഭൂതിയാണ് ഏറ്റവും അവസാനത്തെ എന്ത് രാജാവ്? ശുംഗരാജാവ്. അസാസിനേറ്റ് ചെയ്യുന്ന ആരാണ്? വസുദേവ കൻവ. എന്നിട്ട് അദ്ദേഹം എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു? കൻവ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. കൻവ ഡൈനാസ്റ്റിയെ തോൽപ്പിച്ചുകൊണ്ട് ശതവാഹനന്മാർ എന്ത് ചെയ്യുന്നു? ആ ഏരിയ കീഴ്പ്പെടുത്തുന്നു. ഇൻ മഗധ ദ കാൻവാസ് മെയ്ഡ് വേ ഫോർ ദ മിത്ര ഡൈനാസ്റ്റി ഇൻ 30 BCE. NTPC ചോദിച്ച ചോദ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഒരു പോയിന്റ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു കാലഘട്ടത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജവംശങ്ങൾ. ആ പോയിന്റ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു പോകാനായിട്ട് നോക്കുക. ആൻഡ് ഇവിടെ മറ്റ് ഇൻവേഷൻസിനെ പറ്റിയിട്ടും ഏരിയാസിനെ പറ്റിയിട്ടും ഞാൻ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻഡോ ഗ്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർത്തിയൻസ് എന്ന് വിളിക്കുന്ന വിഭാഗക്കാരാണ്. അവരുടെ ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറാണ് ആര്? ഡെമിട്രിയസ് രണ്ടാമൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡോ ഗ്രീക്ക് രാജാവ് എന്ന് പറഞ്ഞാൽ ഡെമിട്രിയസ് രണ്ടാമനാണ്. അദ്ദേഹത്തിന് ശേഷം വരുന്ന ഒരു റൂളറാണ് മിയാൻഡർ അഥവാ മെനാൻഡർ എന്ന് പറയുന്നത്. മിലിന്ദ് പാൻഹോ എന്ന് പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ കൃതി മിലിന്ദ് പാൻഹോ ഇതെല്ലാം പറയുന്നുണ്ട്. നാഗാർജുന നാഗസേന എന്ന് പറയുന്ന ബുദ്ധഭിക്ഷുവായിട്ട് മിയാൻഡർ അല്ലെങ്കിൽ മെനാൻഡർ എന്ന് പറയുന്ന ഇൻഡോ ഗ്രീക്ക് രാജാവ് നടത്തുന്ന സംഭാഷണ ശകലങ്ങൾ എഴുതിയിട്ടുള്ള കൃതിയാണ് മിലിന്ദ് പാൻഹ. ഇൻഡോ സ്കൈത്യൻസ് അല്ലെങ്കിൽ ഷാഗാസ്. ഇത്തവണത്തെ NTPC ഗ്രാജുവേറ്റ് ലെവലിന് ചോദിച്ച ചോദ്യമാണ്. ഷാഗാസ് ഏത് ഗോത്ര സമുദായത്തിൽ പെടുന്നവരാണ്? യുവേച്ചി ട്രൈബ്സ്. ഞാൻ നമ്മുടെ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. NCERT കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഗ്നു അതിൻ്റെ BA ഹിസ്റ്ററിയുടെ നോട്ട്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിച്ചിട്ട് പോവാം. മൗസ് എന്ന് പറയുന്ന റൂളറാണ് ഒന്നാമത്തെ റൂളർ എന്ന് പറയുന്നത്. അസീസ് അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരനായിട്ട് വരുന്നു. അതിന് മുന്നേ ഉണ്ടായിരുന്ന ഇൻഡോ ഗ്രീക്കുകളെ തോൽപ്പിക്കുന്നു. രുദ്രമൻ പിന്നീട് വന്ന ശാകന്മാരിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറാണ് രുദ്രമന്റെ ജുനഗഡ് ഇൻസ്ക്രിപ്ഷൻ വളരെ പോപ്പുലർ ആണ്. രുദ്രമന്റെ ജുനഗഡ് ഇൻസ്ക്രിപ്ഷൻ വളരെ പോപ്പുലർ ആണ്. ആൻഡ് ഇത് KAS എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. KASന്റെ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് ജുനഗഡ് ഇൻസ്ക്രിപ്ഷൻ. രുദ്രമൻ എന്ന് പറയുന്ന രാജാവിന്റെ. നഹ്ബാന ഇൻസ്ക്രിപ്ഷൻ നഹ്ബാനയുടെ നാസിക് ഇൻസ്ക്രിപ്ഷൻ നഹ്ബാന എന്ന് പറയുന്ന ശാകന്മാരുടെ ഒരു ഇൻസ്ക്രിപ്ഷൻ ആണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻഡോ പാർത്തിയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറാണ് ഗോണ്ടഫറസ് ഒന്നാമൻ. ചോദിച്ചിട്ടുണ്ട്. കുശനാസ് നമുക്കറിയാം. കട്ട്ഫയസിസ് ആണ് ഫൗണ്ട് ചെയ്തത്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റൂളർ ആരാണ്? കനിഷ്കയുടെ സമയത്താണ് 4ാം ബുദ്ധമത സമ്മേളനം നടക്കുന്നത്. 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. എവിടെ വെച്ചിട്ട്? കശ്മീരിൽ വെച്ചിട്ട്. അശ്വഘോഷ, വരാഹമിഹിര തുടങ്ങിയ ആളുകളൊക്കെയാണ് അവിടെ പോപ്പുലർ ആയിട്ടിരുന്നിരുന്നത് എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഡെക്കാനിലെ ശതവാഹനാസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറാണ് സിമുക. അതിനേക്കാൾ പോപ്പുലർ ആയിട്ടുള്ള റൂളറാണ് ഗൗതമിപുത്ര ശതകർണി. അപ്പോൾ അവിടെ മാട്രിയാർക്കൽ സംവിധാനം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഗൗതമിയുടെ മകനായിട്ടുള്ള ശതകർണി എന്ന പേരിൽ ഗൗതമിപുത്ര ശതകർണി അറിയപ്പെട്ടിരുന്നത്. കിങ് ഹല അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറാണ്. അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന് വിളിക്കുന്ന പേരാണ് ഗാഥ സപ്തസതി അഥവാ ഗഹ സട്ടസി എന്നുള്ള ഒരു പേരും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. മഹാമേഘവാഹന എന്താണ്? കരവേലയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളർ. ഹത്തികുംഭ ഇൻസ്ക്രിപ്ഷൻ ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വാക്കടാക ഡൈനാസ്റ്റി വിന്ധ്യ ശക്തിയാണ് ഫസ്റ്റ് റൂളർ. ഹരിസേനാണ് ലാസ്റ്റ് റൂളർ. അത്രയെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. വിക്രമ എറയെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. വിക്രമാദിത്യ എന്ന് പറയുന്ന രാജാവ് വിക്രമ എറ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നാണ് പറയുന്നത്. വർഷം 57 BCE. ഓക്കെ. ഈ വിക്രമാദിത്യ എന്ന് പറയുന്ന രാജാവ് നമ്മൾ പറയുന്ന പോലെ ചന്ദ്രഗുപ്ത വിക്രമാദിത്യനല്ല, തെറ്റിദ്ധരിക്കരുത്. വിക്രമാദിത്യ എന്ന് പറയുന്ന ഒരു ലെജൻഡറി, ഒരു മിത്തിക്കൽ ഫിഗർ ആയിട്ടാണ് ഇന്ന് ഹിസ്റ്റോറിയൻസ് അതിനെ കണക്ക് കൂട്ടുന്നത്. ഇനി ശാകവർഷം അല്ലെങ്കിൽ ശകവർഷം കനിഷ്ക രാജാവ് ഫൗണ്ട് ചെയ്തു എന്ന് പറയുന്നു. 78 CE ശകവർഷം ഫൗണ്ട് ചെയ്തതായിട്ട് എന്ത് ചെയ്യുന്നത്? പറയപ്പെടുന്നത്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക, പഠിക്കുക. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ഭാഗം നമ്മൾ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിലെ ഇതുവരെയുള്ള ഭാഗങ്ങൾ, പോസ്റ്റ് മൗര്യൻ പീരീഡ് വരെയുള്ള ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളെയും, ഗ്രൂപ്പ് ഡി എക്സാമിന് ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ സെഷനെ നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും ഒന്ന് കണ്ട് പ്രോപ്പറായിട്ട് ആ ഭാഗം റിവൈസ് ചെയ്തെടുക്കുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. ആ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.